الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين فجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوتي وعلموا أمة سيدنا ومولانا محمد. സ്നേഹാദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, പരിശുദ്ധവും പരിപാവനവുമായ മഹത്തായ വൈജ്ഞാനിക വേദിയെ ധന്യമാക്കുന്ന പ്രിയയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഈ വൈജ്ഞാനിക വേദിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗീയ ഭവനത്തിലും നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഏവരുടെയും ശാരീരികവും മാനസികവുമായ സർവ്വവിധ പ്രയാസങ്ങളും നീക്കി ദുനിയാവിലും ആഖിറത്തിലും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അക്ഷരാർത്ഥത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് യഥാർത്ഥ മുസൽമാനായി ജീവിക്കുവാനും അവസാനം മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പലവട്ടം പരസ്യമായി ഉച്ചരിച്ച് സ്വർഗം കണ്ട് സന്തോഷിച്ചു മരിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ ഏറ്റവും പവിത്രധന്യമായ പുണ്യമേറിയ ഒരു രാവിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. വിശുദ്ധ റമദാനിന്റെ 16 ദിനരാത്രങ്ങൾ വിട പറഞ്ഞ് 17-ാം രാവിലേക്ക് നാം കാലെടുത്തു വെക്കുമ്പോൾ ലോകത്തെങ്ങുമുള്ള കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ മനതാരിലേക്ക് ഓടിയെത്തുന്ന അതിമഹത്തായ സംഭവബഹുലമായ അവിസ്മരണീയമായ മഹത്തായ ബദർ ദിനം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു പരിശുദ്ധമായ റമദാനിന്റെ പവിത്രധന്യമായ 17-ന് വളരെ വിരലിലെണ്ണാവുന്ന അനുയായികളുമായി ബദർ പോർക്കളത്തിലേക്ക് മാർച്ച് ചെയ്ത് ലോക മാനവിക ചരിത്രത്തിൽ അതുല്യമായ വിജയം കരഗതമാക്കി വിശ്വാസികളുടെ ഹൃദയാന്തരാളത്തിൽ ആത്മാഭിമാനത്തിന്റെ 1000 തിരുനാളങ്ങൾ സൃഷ്ടിച്ച അതിമഹത്തായ ബദർ യുദ്ധം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് വിസ്മരിക്കാൻ കഴിയാത്ത അതിമഹത്തായ ഒരു സംഭവമാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ സുവർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു മഹത്തായ ധർമ്മയുദ്ധം എന്നതോടൊപ്പം തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മഹത്തായ സംഭവത്തിൽ സാക്ഷികളായ അല്ലെങ്കിൽ അതിൽ സന്നിഹിതരായ മഹത്തുക്കളുടെ പ്രാധാന്യവും മഹത്വവും ഒരിക്കലും അവഗണിക്കാൻ സാധ്യമല്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാൻ കഴിഞ്ഞു. ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ആധുനിക ലോകത്ത് മുസൽമാന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുമ്പോൾ ആ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഫലസ്തീൻ ജനതയെ അള്ളാഹു ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് ഒരാൾ ദുആ ചെയ്തപ്പോ അതിനടിയിൽ ഒരുത്തൻ കമന്റ് അടിച്ചത്, നല്ല ദുആയാണ്, ആ ബറക്കത്തില്ലായിരുന്നെങ്കിൽ നല്ല ദുആയാണ്, ആ ബറക്കത്തില്ലായിരുന്നെങ്കിൽ എന്നാണ് ഒരുത്തൻ പോസ്റ്റ് അടിച്ചത്. അവനും ഒരു മുസ്ലിമാണ്.
നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ലേ, എന്റെ പേജിൽ വന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ എന്താണ് ബറക്കത്ത്, എന്താണ് ബദരീങ്ങൾ, ആരാണ് ബദരീങ്ങൾ, എന്താണ് അതിന്റെ മഹത്വം എന്നുപോലും അറിയാത്ത കാനേഷുമാരി മുസ്ലിങ്ങളുടെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അത് മാത്രമല്ല രസകരമായ വസ്തുത, ഇത്തരം ഇസ്ലാമിനെ കുറിച്ച് യാതൊരു ബാലപാഠം പോലും അറിയാത്ത, എന്താണ് ഇസ്ലാമിന്റെ സംജ്ഞകളെന്നോ ഇസ്ലാമിന്റെ നാമങ്ങളെന്നോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നോ അറിയാത്ത ആളുകളാണ് ഇന്ന് ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇത്തരമൊരു കലികാല യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നാം ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. പരിമിതമായ ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ ആ സംഭവത്തിലേക്ക് ഒരു തിരിഞ്ഞോട്ടം നടത്തുന്നതോടൊപ്പം 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തിരുന്നു കൊണ്ട് 21-ാം നൂറ്റാണ്ടിന്റെ അത്യന്താധുനിക യുഗത്തിന്റെ പടിവാതിൽക്കൽ ഇരുന്നു കൊണ്ട് ആ മഹത്തായ സംഭവത്തെ ആധുനിക ലോകത്തൊരു മുസൽമാൻ നോക്കിക്കാണുമ്പോൾ എന്താണ് അതുകൊണ്ടൊരു പ്രത്യേകതയുള്ളത്, എന്താണ് അതിനൊരു പ്രത്യേകതയുള്ളത്, എന്താണ് അതുകൊണ്ടൊരു കാര്യമുള്ളത് എന്ന് ചിന്തിക്കുന്നവർക്ക് മുമ്പിൽ മാന്യമായ ഒരു മറുപടി പറയാനുള്ള ഇസ്ലാമികമായ ഈമാനികമായ ആർജവം നമുക്കുണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്ത് ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ആ പോരാട്ടങ്ങളൊക്കെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ അതുല്യമായി നിലകൊള്ളുകയാണ്. ധാരാളം പോരാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം മനുഷ്യരെ കൊന്നൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ നടത്തിയ ഏകപക്ഷീയമായ യുദ്ധങ്ങളോ കൊലപാതകങ്ങളോ ആയിരുന്നില്ല അതൊന്നും. മറിച്ച് നിർണായകമായ ഒരു സാഹചര്യത്തിൽ അവനവന്റെ ആദർശ സംരക്ഷണത്തിനും അവനവന്റെ ജീവന്റെ നിലനിൽപ്പിനു വേണ്ടി നടത്തിയ ഒരു പ്രതിരോധത്തിന്റെ സ്വാഭാവികമായും അനിവാര്യമായ ചില സംഘട്ടനങ്ങളായിരുന്നു, പോരാട്ടങ്ങളായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തതും അല്ലാത്തതുമായ 80 ചില്ലുവാനും വരുന്ന യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാധാന്യത്തോടുകൂടി രേഖപ്പെടുത്തപ്പെടുമ്പോൾ ആ യുദ്ധങ്ങളിൽ ഒട്ടാകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണവും കൂടി നാം പരിശോധിക്കുമ്പോഴാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെയും അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മാനുഷികമായ മൂല്യങ്ങളും മഹത്വങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മൂത്തത്ത് യുദ്ധ രണാങ്കണത്തിലേക്ക് പുറപ്പെടാൻ സജ്ജരായി സർവായുധര വിഭീഷിതരായി അണിനിരന്നിരുന്ന അനുയായികളുടെ മുമ്പിലേക്ക് കടന്നു എന്ന മഹാനായ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പട്ടാളക്കാർക്ക് കൊടുത്ത ഉപദേശം ഇന്നും ആധുനിക ലോകത്ത് ഒരു മനുഷ്യാവകാശ കമ്മീഷനും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. നമുക്കറിയാം, പരിശുദ്ധമായ റമദാനിന്റെ കഴിഞ്ഞ 5-6 ദിനരാത്രങ്ങളിലായി ഫലസ്തീനിന്റെ മണ്ണിൽ യഹൂദരാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് യാതൊരുവിധ മനുഷ്യത്വവുമില്ലാതെ, മനുഷ്യത്വരഹിതമായ, കണ്ണിൽ ചോരയില്ലാത്ത നടപടികളുമായി ലക്ഷക്കണക്കിന് വരെ ജനങ്ങൾ അധിവസിക്കുന്ന ഫലസ്തീൻ പട്ടണത്തിലേക്ക് അതിന്റെ അന്തരീക്ഷത്തിലൂടെ ആധുനിക യന്ത്രവൽകൃത വിമാനങ്ങൾ പറന്നുയർന്ന് ആ ബോംബർ വിമാനങ്ങളിൽ നിന്ന് ടൺ കണക്കിന് ബോംബുകൾ മനുഷ്യർ വസിക്കുന്ന വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും മനുഷ്യർക്ക് നേരെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ദൈനംദിനം 100 കണക്കിന് വരുന്ന നിരപരാധികളായ മനുഷ്യ മക്കളെ ക്രൂരമായി കൊന്നെടുക്കുമ്പോഴും വളരെ ക്രൂരമായ മൗനം പാലിക്കുന്ന ആധുനിക ലോകരാഷ്ട്രങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംഘടനകളുണ്ട്, അന്തർദേശീയ നിയമങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആരും കണ്ടതായി ഭാവിക്കുകയോ അല്ലെങ്കിൽ ഈ ക്രൂരമായ നരനായാട്ടിനെതിരെ എന്തെങ്കിലും മാന്യമായെന്ന് പ്രതികരിക്കാൻ പോലും ആധുനിക ലോകത്ത് വൻ രാഷ്ട്രങ്ങളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോർക്കളത്തിലേക്ക് മാർച്ച് ചെയ്യാൻ കാത്തു നിൽക്കുന്ന അനുയായികളുടെ മുമ്പിലേക്ക് കടന്നു എന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ആ യുദ്ധക്കളത്തിൽ നിങ്ങളോട് ഇങ്ങോട്ട് ഏറ്റുമുട്ടാൻ വരുന്നവരോട് മാത്രമാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, ആയുധമെടുക്കേണ്ടത്, അവർക്കെതിരെ മാത്രമാണ് ആയുധം പ്രയോഗിക്കേണ്ടത്. അതേ സമയത്ത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന അവരുടെ കുടുംബങ്ങളിൽപ്പെട്ട, അവരെ ആശ്രയിച്ചു കഴിയുന്ന വൃദ്ധന്മാരോ സ്ത്രീകളോ കൊച്ചുകുട്ടികളോ ആയ ആരെയും നിങ്ങൾ ഒരു കാരണത്താലും ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല, അവരെ ആക്രമിക്കാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ആ മാർച്ച് ചെയ്യുമ്പോൾ
മൂത്തത്തി യുദ്ധ രണാങ്കണത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ ആ പോർക്കളത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ വിടർന്നു നിൽക്കുന്ന ഈത്തപ്പനത്തോട്ടങ്ങളോ മറ്റു കൃഷിയിടങ്ങളോ ഒക്കെ കണ്ടു എന്ന് വന്നേക്കാം. യാതൊരു കാരണവശാലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ശത്രുക്കളോടുള്ള വിരോധം കാരണമായി ആ തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ അതെങ്കില്ലെങ്കിൽ കേടുവരുത്തുകയോ മറ്റേതെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ നിങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്ത ഉപദേശം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധാരാളം പോരാട്ടങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിൽ എന്നും ഉയർന്നു നിൽക്കുന്ന, എന്നും സ്മരിക്കപ്പെടുന്ന അതിമഹത്തായ പ്രാധാന്യം ഇസ്ലാമിക ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും നൽകിയ അതിമഹത്തായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. എന്താണ് ബദർ യുദ്ധത്തിന് ഇത്രമേൽ മഹത്വമുണ്ടായത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഹിജ്റ 2-ാം വർഷം പരിശുദ്ധ റമദാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നത്. നാം ഇന്ന് ഈ വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ആ ബദർ പോർക്കളം, എന്റെ ശബ്ദം കേൾക്കുന്ന അധികം ആളുകളും ഒരുപക്ഷെ ബദർ യുദ്ധം നടന്ന ആ സ്ഥലം കണ്ടവരാകും. കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് അനുസരിച്ച് ബദർ കണ്ടിട്ടുള്ള, അതിന് കാണാൻ ഭാഗ്യം ലഭിച്ച ആളുകളൊക്കെ ഒന്ന് അനുസരിച്ച്. കാരണം അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അൽഹംദുലില്ലാ ആ രംഗം ഓടിയെത്തുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മഹാന്മാരായ ബദരീങ്ങളുടെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പോയവർക്ക് ഇനിയും ആ പുണ്യഭൂമികളിൽ കാലുകുത്താനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പോകാത്തവർക്ക് അതിനുള്ള വഴികൾ അല്ലാഹു എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. ഞാനിപ്പോ ഇത് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് ടി ഹസൻ ഉസ്താദും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ നമ്മുടെ റബീഉൽ അവ്വലിൽ സ്വലാത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ ദുആ സമ്മേളനത്തിന് മദീനയിൽ പോകുമ്പോൾ അൽഹംദുലില്ലാ അന്ന് ബദർ 2 ദിവസം, തലേന്നും പിറ്റന്നാളുമായി 2 ദിവസം തുടർച്ചയായി ബദറിൽ പോകാനുള്ള ഒരു അസുലഭ ഭാഗ്യം കിട്ടി. ബദറിലേക്കുള്ള യാത്രക്കിടയിലാണ് മഹാനായ താജുൽ ഉലമ സയ്യിദ് അവറുകളുടെ വിയോഗം ഞങ്ങൾ യാത്രയിലാണ് അറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹിജ്റ 2-ാം വർഷം പരിശുദ്ധമായ റമദാൻ. എന്താണ് ബദർ യുദ്ധത്തിന്റെ കാരണം? ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. മുസ്ലിങ്ങൾ മക്കയിലെ ഖുറൈശികളായ ആളുകളുടെ സമ്പത്ത് കവർന്നെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു യുദ്ധമാണ് എന്ന്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ ചരിത്രപരമായ വശം നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയത് മുതൽ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുന്നത് വരെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളിൽ വിശ്വസിച്ച ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന അനുയായികളും അനുഭവിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. 13 വർഷക്കാലം തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ എത്ര ദുരിതപൂരിതമായ ത്യാഗോജ്ജലമായ ഒരു ജീവിതമാണ് അവര് അനുഭവിച്ചത്, അവർ നയിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ ആ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി. ശത്രുക്കളുടെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളും കഴിവിന്റെ പരമാവധി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. അവരോട് ഒരു ചെറുവിരൽ കൊണ്ടുപോലും പ്രതികാരം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അനുയായികളോ തയ്യാറായില്ല. ശാരീരികമായ ഉപദ്രവം ഏൽക്കേണ്ടി വന്നു, സാമൂഹികമായ പരിത്യാഗം ഏൽക്കേണ്ടി വന്നു, അവരുടെ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും സഹിക്കേണ്ടി വന്നു, സ്വന്തം സമ്പത്ത് പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അവസാനം നിർണായകമായ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന്റെ 13-ാമത്തെ വർഷം 53-ാമത്തെ വയസ്സിൽ മക്കയിലേക്ക് തന്റെ അനുയായികളുമൊത്ത് പാലായനം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വതന്ത്രമായി പോകാൻ പോലും മക്കയിലെ മൃഗീയ ഭൂരിപക്ഷം വരുന്ന അഹങ്കാരികളായ അവിശ്വാസികൾ തയ്യാറായില്ല എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ പലർക്കും രാത്രിയുടെ ഇരുളിന്റെ മറവിൽ ആ ശത്രുക്കളെ ഭയന്ന് അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മാത്രമാണ് ശത്രുക്കളോട് വെല്ലുവിളിച്ച് അവരോട് പരസ്യമായി വെല്ലുവിളി നടത്തി, ഞാനിതാ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലെങ്കിൽ മദീനയിലേക്ക് വിശ്വാസികളോടൊപ്പം ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, എന്നെ തടയാൻ ചങ്കൂറ്റമുള്ള തന്റെ ഇടമുള്ള ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് ധൈര്യസമേതം പരസ്യമായി തന്റെ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട്
പുറപ്പെട്ടത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. മറ്റുള്ളവരൊക്കെ ഒരുപക്ഷെ പല കാരണങ്ങളാലും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രാത്രിയുടെ ഇരുളിന്റെ മറവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെയായിരുന്നു പലരും മദീനയിലേക്ക് കയ്യിൽ കിട്ടിയതുമായി യാത്ര പുറപ്പെട്ടത്. പല ആളുകൾക്കും യാത്ര പുറപ്പെടുന്ന സമയത്ത് ഉടുതുണി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് മക്കയിലുണ്ടായിരുന്ന ആളുകൾ പോലും അവരുടെ സമ്പാദ്യം മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് പലായനം ചെയ്തത്. പലരും നിർബന്ധിത സാഹചര്യത്തിൽ ശത്രുക്കൾ അവരെ തടഞ്ഞു വെച്ചു. ഒരിക്കലും നിന്നെ മദീനയിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ കാണുന്ന സമ്പത്ത് മുഴുവനും നിങ്ങൾ മക്കയിൽ ബിസിനസ് ചെയ്തുണ്ടാക്കിയ സമ്പത്താണ്. അതുകൊണ്ട് മക്കയിൽ ഉണ്ടാക്കിയ ബിസിനസ്സുമായി മദീനയിലേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ ഈ സമ്പത്ത് മുഴുവനും മക്കക്കാരുടേതാണ്, ഇതിവിടെ ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധമായി അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ബലമായി പിടിച്ചെടുത്തു മക്കയിലെ കിരാതന്മാരായ ഖുറൈശി വർഗം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, അങ്ങനെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്ത മഹാന്മാരായ സ്വഹാബത്ത്, വിശ്വാസികളായ ആളുകൾ അവരിൽ നിന്ന് ബലമായും അല്ലാതെയും ഭീഷണിയിലൂടെയും പിടിച്ചെടുത്ത മുതലുമായിട്ടാണ് ഖുറൈശികളുടെ നേതാവായ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവട സംഘം ഷാമിലേക്ക് പോയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായി അവർ തിരിച്ചു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശരിക്കും മനസ്സിലാക്കണം, ഷാമിലേക്ക് കച്ചവടത്തിന് പോയി വലിയ ലാഭവുമായി അവർ തിരിച്ചു വരികയാണ്. ഈ ലാഭത്തിന്റെ റഅ്സുമാൽ, അതിന്റെ മൂലധനം എന്താണെന്ന് ചോദിച്ചാൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ മുതലാണ്. അവരിൽ നിന്ന് ബലമായി പിടിച്ചെടുത്ത സമ്പത്താണ്, അവരിൽ നിന്ന് അക്രമമായി പിടിച്ചെടുത്ത മുതലാണ്, പലരും നിൽക്കക്കല്ലിയില്ലാതെ ഉപേക്ഷിച്ചു പോയ മുതലാണ്. അങ്ങനത്തെ മുസ്ലിങ്ങളുടെ സമ്പത്തുമായി ഷാമിൽ പോയി കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായി തിരിച്ചു വരുന്ന അബൂ സുഫിയാന്റെ കച്ചവട സംഘം, ഏകദേശം 70ഓളം വരുന്ന ആളുകളടങ്ങുന്ന കച്ചവട സംഘം വലിയ ലാഭവുമായി തിരിച്ചു വരുന്നുണ്ട് എന്ന വാർത്ത മഹാനായ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തുമായി ചർച്ച നടത്തി, ഓ സുഹൃത്തുക്കളെ, നമ്മിൽ നിന്ന് പിടിച്ചെടുത്ത മുതലുമായി ഷാമിൽ പോയി കച്ചവടം നടത്തിയിട്ട് വലിയ ലാഭവിഹിതവുമായി അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്നുണ്ട്. അവരെ തടഞ്ഞു നിർത്തി നമ്മുടെ മുതലെ പിടിച്ചെടുത്താൽ നമുക്കത് ഗുണം ചെയ്യുമല്ലോ, ശത്രുക്കളെ സാമ്പത്തികമായി തളർത്താൻ നമുക്ക് കഴിയുമല്ലോ. സഹാബത്തുമായി റസൂലുള്ളാഹി തങ്ങൾ മുഷാവറ നടത്തി കൂടിയാലോചിച്ചു. എല്ലാവർക്കും ഏകാഭിപ്രായമായിരുന്നു, അതെ, നമ്മുടെ മുതലാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മിൽ നിന്ന് ബലമായി പിടിച്ചെടുത്തതാണ്. ഷാമിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്ര ബദർ വഴിയാണ്. സുരക്ഷിതമായ ഒരു മേഖലയിൽ വെച്ച് അവരെ തടഞ്ഞു നിർത്തി നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അവർ പിടിച്ചെടുത്ത മുതല് നമുക്ക് തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും, ഏകദേശം 300 ചില്ലുവാനും വരുന്ന സഹാബത്ത്, 313, 314, 317, ഇങ്ങനെ ചെറിയ ചെറിയ എണ്ണത്തിന്റെ വിഷയത്തിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും 300-ൽ പരം സ്വഹാബത്ത്, 300-ൽ പരം സ്വഹാബത്ത്. വലിയ ലക്ഷ്യങ്ങളൊന്നും അവർക്കില്ല. തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മുതൽ തിരിച്ചു പിടിക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശമാണ് അവർക്കുള്ളത്. മറ്റൊന്നും അവർക്കില്ല. ഒരു യുദ്ധം ചെയ്യാനുള്ള താല്പര്യം അവർക്കില്ല, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പില്ല. ഏതായാലും അവര് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഈ വിവരം അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ മെസ്സേജ് മക്കയിലേക്ക് പാസ് ചെയ്യുകയാണ്. തങ്ങളെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് തങ്ങളുടെ മുതലുകൾ കവരാൻ വേണ്ടി മുഹമ്മദും അനുയായികളും മദീനയിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് എന്ന വാർത്ത അബൂ സുഫിയാൻ മക്കക്കാരായ തന്റെ ആളുകളിലേക്ക് വിവരം കൈമാറുകയാണ്, സന്ദേശം കൈമാറുകയാണ്. അതാ സന്ദേശം മക്കയിലെത്തുന്നു. സുബ്ഹാനല്ലാഹ്. അതേ നിമിഷം തന്ത്രശാലിയായ അബൂ സുഫിയാൻ എന്ത് ചെയ്തുവെന്നറിയുമോ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 2 ആളുകളെ അബൂ സുഫിയാന്റെ വരവിനെ കുറിച്ച്, അവരുടെ നീക്കങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി 2 പേരെ ഷാമിലേക്ക് അയച്ചിരുന്നു. അതേ സമയത്ത് അബൂ സുഫിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അനുയായികളുടെയും നീക്കങ്ങളെ കുറിച്ച് അറിയാൻ അവരുടെ ദൂതന്മാരെയും അയച്ചിരുന്നു. 2 കൂട്ടരും ഇന്റലിജൻസ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഏതായാലും അബൂ സുഫിയാൻ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വരുന്നത് ബദറിലേക്കാണ്. ബദറിൽ വെച്ചാണ് തങ്ങളെ തടയാൻ പ്ലാനിട്ടിരിക്കുന്നത്. ആ വിവരമറിഞ്ഞ അബൂ സുഫിയാൻ, തന്ത്രശാലിയായ അബൂ സുഫിയാൻ, സാധാരണ മക്കയിലേക്ക് കടന്നു പോകുന്ന പാത ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു തീരപ്രദേശം, മറ്റൊരു വഴി തിരഞ്ഞെടുത്തുകൊണ്ട് തന്ത്രപരമായി അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടു. അബൂ സുഫിയാനും സംഘവും തന്ത്രപരമായി രക്ഷപ്പെട്ടു. അതേ സമയത്ത് തങ്ങളെ ആക്രമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വരുന്നുണ്ട് എന്ന വിവരം മക്കയിൽ അറിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അഹങ്കാരിയായ അബൂജഹലിന്റെ നേതൃത്വത്തിൽ
ഒരു വലിയ പട തന്നെ തയ്യാറെടുക്കുകയാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ അവരെ ഒന്ന് പാഠം പഠിപ്പിക്കണമല്ലോ, മുഹമ്മദിനെയും അനുയായികളെയും നാമാവശേഷമാക്കണമല്ലോ, അവരെ എന്നേക്കുമായി നശിപ്പിക്കണമല്ലോ എന്ന് തീരുമാനിച്ചുറച്ചുകൊണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ സുഹൃത്തുക്കളെ 1000-ഓളം വരുന്ന ശത്രുക്കളെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. 1000-ഓളം വരുന്ന ശത്രുക്കളെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ മനസ്സിലാക്കണം, മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിലുള്ള സൈന്യത്തിന്റെ ആരുഭാഗം എത്രയാണെന്നറിയുമോ? എണ്ണത്തിൽ 1/3 മാത്രമാണ് മുസ്ലിങ്ങൾ ഉള്ളത്, 313. ശത്രുക്കളാകട്ടെ അവരുടെ എണ്ണം വളരെ വ്യക്തമായി കറക്റ്റ് സംഖ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും 900-നും 1000-നും ഇടക്കാണ് അവരുടെ എണ്ണമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവരുടെ നീക്കങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ച ദൂതന്മാര് അന്വേഷിച്ചപ്പോൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട ആ സംഘം വലിയ ആഘോഷത്തോടു കൂടിയാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. വലിയ ആഘോഷത്തോടു കൂടിയാണ്. യുദ്ധത്തിന് തയ്യാറെടുത്ത ആരോഗ്യഘടകാത്തരായ ചെറുപ്പക്കാര് മാത്രമല്ല, ആ ചെറുപ്പക്കാർക്ക് യുദ്ധ പടയാളികൾക്ക് ആവേശം പകർന്നു നൽകാൻ പാട്ടുപാടിയും കൈകൊട്ടി ചിരിച്ചും മറ്റു രീതിയിലും അവരെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവർക്ക് ആവേശം പകരാനും വേണ്ടി സുന്ദരികളായ സുമുഖികളായ ലലനാമണികളായ പെൺകുട്ടികൾ സ്ത്രീകളും അവരുടെ കൂടെയുണ്ട്. എല്ലാവരും ആടിപ്പാടി ആർത്തുല്ലസിച്ചാണ് ബദറിലേക്ക് അവർ മാർച്ച് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് ഓരോ ദിവസവും അവര് ഒട്ടകങ്ങളെ അറുത്ത് ഇഷ്ടം പോലെ സുഭിക്ഷമായി തിന്നിരുന്നു. ഒരു ദിവസം 9 ആണെങ്കിൽ അടുത്ത ദിവസം 10, പിറ്റേ ദിവസം 9, അടുത്ത ദിവസം 10. ഇങ്ങനെയാണ് അവർ ഒട്ടകങ്ങളെ അറുത്തിരുന്നത്. ഓരോ ദിവസവും ഓരോ ദിവസത്തേക്കുള്ള ഒട്ടകങ്ങളെ ഓരോരുത്തരും നേർച്ചയാക്കുക. ബദറിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെയും അനുയായികളെയും നേരിടാൻ വേണ്ടി മക്കയിൽ നിന്ന് പുറപ്പെട്ട ഖുറൈശി പടയാളികൾക്ക് അവർക്കുള്ള ഭക്ഷണം ഓരോ ദിവസത്തേക്ക് കൂട്ടത്തിൽപ്പെട്ട സമ്പന്നന്മാരായ ആളുകൾ നേർച്ചയാക്കുക. ഇന്നത്തെ 10 ഒട്ടകം എന്റെ വക, ഇന്നത്തെ 10 ഒട്ടകം എന്റെ 9 ഒട്ടകം എന്റെ വക എന്നിങ്ങനെ ഓരോരുത്തരും 9ഉം 10ഉമായി ഓരോ ദിവസവും അറുത്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഈ അറുക്കപ്പെട്ട ഒട്ടകങ്ങളുടെ എണ്ണം അറിഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരുടെ എണ്ണം 900-നും 1000-നും ഇടയിലാണ്. അഥവാ 100 ആൾക്കൊരൊട്ടകം. 100 ആൾക്കൊരൊട്ടകം എന്നുള്ളതാണ്. അപ്പൊ 10 ഒട്ടകം അറുക്കുന്ന ദിവസം അല്പം ഇറച്ചി അവശേഷിക്കും, ബാക്കി വരും, അത് പിറ്റേന്ന് അറുക്കും. അത് പിറ്റേന്ന് 9 മതി. അപ്പൊ ഈ പിറ്റേന്ന് തലേന്നത്തും കൂടി കൂട്ടി അന്നത്തെ കാര്യം കുശാലായി. അങ്ങനെ തിന്നും കുടിച്ചും ആർത്തുല്ലസിച്ചും ആടും പാടിയുമാണ് അവർ ബദറിലേക്ക് എത്തിപ്പെട്ടത്. സുഹൃത്തുക്കളെ, എന്താണ് മുസ്ലിം സൈന്യത്തിന്റെ അന്നത്തെ അവസ്ഥ? മുസ്ലിങ്ങളാകെ എണ്ണത്തിൽ വളരെ പരിമിതമാണ്, നാം പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിങ്ങളുടെ കയ്യിലുള്ള കുതിരകളുടെ എണ്ണം എത്രയാ? മുസ്ലിം ബദറിലേക്ക് പുറപ്പെട്ട മുസ്ലിം സൈന്യത്തിന്റെ കയ്യിലുള്ള കുതിരകളുടെ എണ്ണം എത്രയാ? 2 എണ്ണമാണ്. ആ 2 കുതിരകളാണുള്ളത്. 2 കുതിരകൾ. ഒന്ന് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റൊന്ന് മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെയും 2 കുതിരകളാണ്. ആകെ ഒട്ടകങ്ങളുടെ എണ്ണം എത്രയാ? മുസ്ലിങ്ങളുടെ കയ്യിലുള്ള ഒട്ടകങ്ങളുടെ എണ്ണം എത്രയാ? 70 ഒട്ടകങ്ങളാണുള്ളത്. 70 ഒട്ടകങ്ങൾ. 2 കുതിരയും 70 ഒട്ടകങ്ങളും. സുബ്ഹാനല്ലാഹ്. 70 ഒട്ടകം, 300 ചില്ലാനും വരുന്ന ആളുകൾക്ക് സഞ്ചരിക്കാൻ 70 ഒട്ടകം എങ്ങനെ നടക്കും? ചരിത്രത്തിൽ കാണാം സുഹൃത്തുക്കളെ, ഓരോ ഒട്ടകത്തിനും 3 ആള് 4 ആള് വീതം ഊഴം കണക്കാക്കിയിരുന്നു. അഥവാ ഒരാൾ ഒട്ടകത്തിന്റെ പുറത്ത് കുറച്ച് സഞ്ചരിക്കും, 2 പേര് നടക്കും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ ഒട്ടകത്തിന്റെ പുറകിൽ ഉള്ളിൽ കയറും, മറ്റവര് നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ രീതിയിൽ ഒട്ടകത്തെ പങ്കുവെച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങേണ്ട സമയമാകുമ്പോൾ സഹാബത്ത് പറയും, നബി അങ്ങ് ഇറങ്ങണ്ട, അങ്ങ് ഒട്ടകത്തിന്റെ പുറത്ത് തന്നെ ഇരുന്നോളൂ, ഞങ്ങൾ നടന്നോളാം. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്താണെന്നറിയുമോ? ഓ സഹാബ, നിങ്ങൾ എന്നേക്കാൾ വലിയ ആരോഗ്യവാന്മാരൊന്നുമല്ലല്ലോ, പിന്നെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ആവശ്യം കുറഞ്ഞവനുമല്ല ഞാൻ. നിങ്ങൾ എന്നേക്കാൾ ആരോഗ്യം കൂടിയവരല്ല, അതുപോലെ നിങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലത്തിന് ആവശ്യം കുറഞ്ഞവനുമല്ല ഞാൻ. എനിക്ക് നിങ്ങളെപ്പോലെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ആരോഗ്യമുള്ള ഞാൻ. അപ്പോ നമുക്കങ്ങനെ സഹകരിച്ച് നടക്കാം. നേതാവാണെന്ന് കരുതി വാഹനപ്പുറത്ത് സുഖമായിരുന്ന് അനുയായികൾ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അനുഭവിക്കുകയല്ല ചെയ്തത്. അനുയായികളോടൊപ്പം നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് വീര്യം പകർന്നു കൊടുത്തു, ആവേശം പകർന്നു കൊടുത്തു. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ത്യാഗം ചെയ്ത് വിശപ്പ് സഹിച്ച് സുഹൃത്തുക്കളെ അവർ ബദറിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ശത്രുക്കളുടെ കയ്യിൽ, ഖുറൈശികളുടെ കയ്യിൽ പടയങ്കി എത്രയുണ്ടെന്നറിയോ? ഖുറൈശികളുടെ കയ്യിലുണ്ടായിരുന്ന പടയങ്കിയുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ?
ഖുറൈശികളുടെ കയ്യിൽ 600 പടയങ്കിയാണ് ഉണ്ടായിരുന്നത്. 600 പടയങ്കി. മുസ്ലിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് 60 പടയങ്കിയാ. 600 വ്യത്യാസം നോക്കണം, 10-1. ശരിക്കും നോട്ട് ചെയ്തോ, കുറിച്ചു വെച്ചോ. മുസ്ലിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് 60 പടയങ്കി, ഖുറൈശികളുടെ കയ്യിൽ 600. മുസ്ലിങ്ങളുടെ കയ്യിൽ ആകെയുള്ള കുതിര 2, ഖുറൈശികളുടെ കയ്യിൽ കുതിര 200. മുസ്ലിങ്ങളുടെ കയ്യിൽ ആകെയുള്ള ഒട്ടകങ്ങളുടെ എണ്ണം 70, ഖുറൈശികളുടെ എണ്ണം 700 ഒട്ടകം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏത് രീതിയിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും? ഏത് രീതിയിലാണ് സുഹൃത്തുക്കളെ ഈ സൈന്യത്തെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക? വിശ്വാസം മാത്രമാണ് കൈമുതല്. അംഗസംഖ്യ കുറവാണ്, ആയുധങ്ങൾ കുറവാണ്, നിരായുധരാണ്, ആഹാരമില്ല, കുടിക്കാൻ ആവശ്യത്തിന് വെള്ളമില്ല, വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടാണ് പാവപ്പെട്ട സ്വഹാബത്ത് ബദറിലേക്ക് മാർച്ച് ചെയ്തത്. യഥാർത്ഥത്തിൽ അവർക്കൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ശത്രുക്കൾ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശത്രുക്കളിൽ നിന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, തങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുത്ത മുതലുകൾ തിരിച്ചെടുക്കാൻ വേണ്ടി ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇടക്ക് വെച്ചറിഞ്ഞു, അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ട് മക്കയിലെത്തി. അതേസമയം തങ്ങളെ നേരിടാൻ വേണ്ടി അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം വരുന്നുണ്ട്. ആ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികളുമായി വീണ്ടും ഒരു മുഷാവറ നടത്തുകയാണ്. കാരണം നേരത്തെ അനുയായികളോട് പറഞ്ഞത് യുദ്ധത്തിനാണെന്നല്ല, ശത്രുക്കൾ നമ്മുടെ മുതലുകൾ പിടിച്ചെടുത്തുകൊണ്ട് കച്ചവടത്തിന് പോയി വലിയ ലാഭവുമായി അവർ തിരിച്ചു വരുന്നുണ്ട്, നമ്മുടെ സമ്പത്ത് അവരിൽ നിന്ന് നമുക്ക് പിടിച്ചു വാങ്ങണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സഹാബത്തിനെയുമായി പുറപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഒത്തുവന്ന വിവരം അനുയായികളെ അറിയിക്കാതെ അവരെ കൊണ്ടുപോയി കുടുക്കിൽ ചാടിക്കുന്നത് ശരിയല്ലല്ലോ, അവരെ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളുമായി ചർച്ച നടത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നല്ലാഹ ഖദ് വഅദനി ഇഹദ ത്വായിഫതൈൻ ഇമ്മൽ ഈറ അവിൽ ജയ്ഷ്. അല്ലാഹു തആല എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, രണ്ടാലൊരു സംഘം, ഒന്നുകിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന ഒട്ടക സംഘം, അതല്ലെങ്കിലോ ശത്രു സൈന്യം. ഈ രണ്ടാലൊരു വിഭാഗം അല്ലാഹു തആല എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അഥവാ ഒന്നുകിൽ അബൂ സുഫിയാന്റെ ഒട്ടക സംഘത്തെ, കച്ചവട സംഘത്തെ നമുക്ക് പിടിച്ചെടുക്കാം, അതല്ലെങ്കിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തയ്യാറാകണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആ സമയത്ത് മഹാനായ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു, മുഹാജിറുകളിൽപ്പെട്ട സ്വഹാബിയാണ്, എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇംദി ലിമാ അമറക്കല്ലാഹു അസ്സ വജല്ല ഫവല്ലാഹി ലാ നഖൂലു കമാ ഖാലത് ബനൂ ഇസ്രായീല ലിമൂസാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ വലാകിൻ നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വമിൻ ബൈന യദൈക വമിൻ ഖൽഫിക യാ റസൂലല്ലാഹ് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ മഅകുമാ ഖാതിലൂൻ. സുബ്ഹാനല്ലാഹ്. ബദരീങ്ങളുടെ പ്രതിനിധിയായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മഹാനായ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹു തആല എന്താണോ അങ്ങക്ക് വിവരം തന്നിരിക്കുന്നത് അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോകണം. ഞങ്ങൾ അങ്ങയുടെ പിന്നിലുണ്ട്. ബനൂ ഇസ്രായേൽ സന്തതികൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല. അവര് പറഞ്ഞത് എന്താണെന്നറിയുമോ? യുദ്ധത്തിന്റെ കാഹളം വിളി മുഴങ്ങിയപ്പോ ഇസ്രായേൽ സന്തതികൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി പുച്ഛത്തോടുകൂടി പറഞ്ഞു. മൂസാ നബിയും ഹാറൂൻ നബിയും അടങ്ങുന്ന ആ പ്രവാചകന്മാരോട് അവർ പുച്ഛത്തോടുകൂടി പറഞ്ഞു, ഫദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്റെ രക്ഷിതാവും പോകുക, ഫഖാതിലാ, നിങ്ങൾ യുദ്ധം ചെയ്യുക, ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. നിങ്ങളെപ്പോലെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്ത ഇടങ്ങേറുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്യൂ എന്നാണ് പ്രവാചകനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി ഇസ്രായേൽ സന്തതികൾ പറഞ്ഞത്. പക്ഷേ മഹാനായ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ലാകിൻ നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക്, അങ്ങയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യാം. വമിൻ ബൈന യദൈക വമിൻ ഖൽഫിക്, അങ്ങയുടെ മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാം നബിയേ, അങ്ങയോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാം, പോരാടാം, മരിക്കുന്നത് വരെ പോർക്കളത്തിൽ നിന്നുകൊണ്ട് പാറ പോലെ ഉറച്ചു നിന്ന് അങ്ങയോടൊപ്പം നിന്ന് പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് നബിയേ. മുഹാജിറുകളുടെ റിസൾട്ട് വന്നു. മുഹാജിറുകളുടെ ഭാഗത്ത് നിന്ന് റിസൾട്ട് വന്നു. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും തന്റെ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തിനാ? അൻസാരികളായ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടാനാണ്, അവരുടെ അഭിപ്രായം അറിയാനാണ്.
ആ സമയത്ത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രത്തിന്റെ നേതാവായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളുടെ നേതാവാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ലഅല്ലക തഖ്ശാ അൻ തകൂന അൽ അൻസാറു തറാ ഹഖൻ അലൈഹാ അല്ലാ തൻസുറുക ഇല്ലാ ഫീ ദിയാരിഹിം. ഓ നബിയെ, അങ്ങ് പേടിക്കുന്നുണ്ടോ? അൻസാരികൾ അങ്ങയുമായി മുമ്പ് ഒരു കരാർ വെച്ചിട്ടുണ്ട്, അങ്ങയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉടമ്പടിയിൽ വെച്ച് മദീനയിലേക്ക് അങ്ങ് കടന്നു വരുമ്പോ അങ്ങക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും നൽകാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് ഭയപ്പെടുന്നുണ്ടോ? അൻസാരികളായ മദീന നിവാസികളായ സ്വഹാബത്ത് അവരുടെ വീടുകളിൽ അഥവാ മദീനയിൽ വെച്ച് മാത്രമേ അങ്ങയെ സഹായിക്കൂ, മദീനക്ക് പുറത്ത് അങ്ങയെ സഹായിക്കേണ്ട ബാധ്യത അവർക്കില്ല എന്ന് അവര് കരുതുന്നതായി അങ്ങ് ഭയപ്പെടുന്നുണ്ടോ നബിയേ? വഇന്നി അഖൂലു അനിൽ അൻസാർ വഉജീബു അൻഹും ഫദഅൻ ഹൈതു ശിഅത വസിൽ ഹബ്ല മൻ ശിഅത വഖത ഹബ്ല മൻ ശിഅത വഖുദ് മിൻ അംവാലിനാ മാ ശിഅത വഅഅതിനാ മിൻഹാ മാ ശിഅത വമാ അഖൽത മിന്നാ കാന അഹബ്ബ ഇലൈനാ മിമ്മാ തറക്ത وما أمرت فيه من أمر فأمرنا فيه تبع لأمرك فوالله لئن سرت بنا حتى تبلغ البرك من غمدان لنسيرن معك ولئن استعرلت بنا هذا البحر فقلته لنخوضنه معك. سبحان الله. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഞാനിതാ അൻസാരികൾക്ക് വേണ്ടി പറയുന്നു, അങ്ങ് ഉദ്ദേശിച്ചത് എന്താണോ അങ്ങ് പ്രവർത്തിക്കുക. അങ്ങ് എന്താണോ ഉദ്ദേശിച്ചത് അങ്ങ് യാത്ര തിരിക്കുക. അങ്ങ് ഉദ്ദേശിച്ചവരുമായുള്ള ബന്ധം അങ്ങ് ചേർക്കുക. അങ്ങ് ഉദ്ദേശിച്ചവരോടുള്ള ബന്ധം അങ്ങ് മുറിക്കുക. ഞങ്ങളുടെ മുതലിൽ നിന്ന് അങ്ങക്ക് എത്രയാണോ വേണ്ടത് അങ്ങ് എടുക്കുക. അങ്ങൾക്ക് എത്രയാണോ ഉദ്ദേശമുള്ളത് ഞങ്ങൾക്ക് തിരിച്ചു തരിക. പക്ഷേ ഞങ്ങളുടെ മുതലിൽ നിന്ന് അങ്ങ് എടുക്കുന്ന മുതൽ എത്രയാണോ ആ മുതലാണ് അങ്ങ് ഞങ്ങൾക്ക് തിരിച്ചു തന്ന മുതലിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നബിയെ. അതുകൊണ്ട് എന്തിനും ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് ഞങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് പിന്തുടരാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങേ ഈ നാട്ടിൽ എവിടെ സഞ്ചരിക്കണം, എങ്ങോട്ട് പോകണമെന്നങ്ങ് പറഞ്ഞാലും അങ്ങയുടെ പിന്നിൽ നടക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ. കടലിന്റെ കരയിലേക്ക് ചെന്നുകൊണ്ട് ഈ കടലിലേക്ക് നിങ്ങൾ ഇറങ്ങണമെന്നങ്ങ് ആവശ്യപ്പെട്ടാൽ അങ്ങയോടൊപ്പം കടലിൽ ഇറങ്ങാനും ഞങ്ങൾ തയ്യാറാണ്. وما نكره أن تكون تلقى العدو بنا غدا إننا لصبر عند الحرب صدق عند اللقاء. നബിയെ, നാളത്തെ പ്രഭാതത്തിന്റെ പൊൻപുലരി പൊട്ടിവിടരുമ്പോൾ ശത്രുക്കളോട് ഏറ്റുമുട്ടണമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കണമെങ്കിൽ അതിൽ യാതൊരു വെറുപ്പും ഞങ്ങൾ പ്രകടിപ്പിക്കില്ല നബിയെ. ഞങ്ങൾ യുദ്ധത്തിന് ക്ഷമിക്കുന്നവരാണ്. യുദ്ധം പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ധീരതയോടെ ഉറച്ചു നിന്ന് പോരാടുന്നവരാണ്. അതുകൊണ്ട് നബിയെ, അങ്ങ് എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനം അങ്ങ് നടപ്പിൽ വരുത്തൂ നബിയെ എന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികൾക്ക് വേണ്ടി ധീരധീരം മറുപടി പറയുമ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സമിഅ മിൻ കലാമിൽ മുഹാജിരീന വൽ അൻസാരി റളിയല്ലാഹു അൻഹും. സുബ്ഹാനല്ലാഹ്. അൻസാരികളും മുഹാജിറുകളുമായ അനുയായി വൃന്ദത്തിന്റെ മറുപടി കേട്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യുദ്ധത്തിനുള്ള കളമൊരുങ്ങുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് എണ്ണത്തിൽ കുറവാണ്. ശത്രുക്കളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എണ്ണത്തിൽ അവർ 1/3 മാത്രമേ ഉള്ളൂ. ആയുധത്തിന്റെ കാര്യത്തിലാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്തുക്കളെ, മറന്നുപോകല്ലേ, മുസ്ലിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് 2 കുതിരകളാണ്, 70 ഒട്ടകങ്ങളാണ്, 60 പടയങ്കികളാണ്. ഖുറൈശികളുടെ കയ്യിലുള്ളത് 600 പടയങ്കിയാണ്, 200 കുതിരയാണ്, 700 ഒട്ടകമാണ്. സുബ്ഹാനല്ലാഹ്. 10 അഥവാ 10 മാത്രം വരുന്ന സൈന്യവും 10 മാത്രം വരുന്ന ആയുധ സന്നാഹങ്ങളുമായി 1/3 വരുന്ന സൈന്യം സുഹൃത്തുക്കളെ ബദർ പോർക്കളത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. അങ്ങനെ അവർ ബദറിലെത്തി. 2 സൈന്യങ്ങളും മുഖാമുഖം ഇതാ തമ്പടിച്ചിരിക്കുകയാണ്. 2 സൈന്യങ്ങളും മുസ്ലിങ്ങളും ശത്രുക്കളും 2 ഭാഗത്തും ഇതാ തമ്പടിച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യം ഫനസല ബിൽ ഉദ്വത്തി ദുനിയ മിമ്മാ യലിൽ മദീന വഖുറൈശും ബിൽ ഉദ്വത്തിൽ ഖുസ്വാ മിമ്മാ യലി മക്ക. മദീനയിൽ നിന്ന് വന്ന മുസ്ലിം സൈന്യം മദീനയോട് അടുത്ത ഭാഗത്ത് ഉദ്വത്തു ദുനിയയിലും ഖുറൈശി വർഗം മക്കയോട് അടുത്ത മറുഭാഗത്ത് ഉദ്വത്തുൽ ഖുസ്വയിലും ക്യാമ്പ് ചെയ്തു. അങ്ങനെ ആ സമയത്ത് 2 സൈന്യങ്ങളും ഇതാ മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
നിങ്ങളൊന്ന് സങ്കല്പിക്കണേ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലൊരു പരിശുദ്ധമായ റമദാനിന്റെ 16ാമത്തെ ദിവസം അസ്തമിച്ച് 17ാം രാവിലാണ് സുഹൃത്തുക്കളെ ഉള്ളത്. ആ 17ാം രാവിന്റെ അന്നത്തെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണേ. ബദർ പോർക്കളം നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരാ രംഗമൊന്ന് കാണണേ. പരിശുദ്ധമായ ബദർ പോർക്കളത്തിൽ വെച്ച് ശത്രുക്കളോട് യുദ്ധം ചെയ്ത് വീരവൃത്തി മരിച്ച 14 ശുഹദാക്കളെ അടക്കം ചെയ്തിരിക്കുന്ന മതിൽക്കെട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്ത് ഒരു ഭാഗത്തും ശത്രുക്കൾ മറുഭാഗത്തുമായി പോർക്കളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ളത്? എന്താണ് നടക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്. ആയുധത്തിന്റെ ബലത്തിൽ അഹങ്കരിക്കുന്നവരല്ല. ഒരു നേരം ശരിക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ആഹാരം പോലും അവരുടെ കയ്യിലില്ല. പലരും നോമ്പുകാരാണ്. ചിലരൊക്കെ ക്ഷീണം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുമതി പ്രകാരം നോമ്പ് മുറിച്ചവരുമുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, നോമ്പുണ്ടായാലും ഇല്ലെങ്കിലും വയറ് നിറച്ച് കഴിക്കാനുള്ള ആഹാരം അവരുടെ കയ്യിലില്ല. ദാഹം തീർത്ത് കുടിക്കാനുള്ള വെള്ളം അവരുടെ കൈവശമില്ല. പക്ഷേ ശത്രുക്കളാകട്ടെ, സുഹൃത്തുക്കളെ നമുക്കൊക്കെ അറിയുമല്ലോ, നാം കണ്ടതല്ലേ ചരിത്രം. ശത്രുക്കളാകട്ടെ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടിയാണ് വന്നിരിക്കുന്നത്. അവര് വയറ് നിറച്ചവരാണ്, അവരിഷ്ടം പോലെ ഭക്ഷണം കഴിച്ചവരാണ്, സുഭിക്ഷമായ ആഹാരം കഴിച്ചവരാണ്. അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് ആവേശം പകരാനും ലലനാമണികളായ പെൺകുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്. എല്ലാവരും ആർത്തുല്ലസിച്ച് അട്ടഹസിച്ച് പാടുകയാണ്. അവരതാ നാളത്തെ പ്രഭാതത്തിന്റെ പൊൻപുലരി പൊട്ടിവിടരുമ്പോൾ മുഹമ്മദിനെയും അനുയായികളെയും എന്നേക്കുമായി നശിപ്പിക്കാമെന്ന വ്യാമോഹവുമായി ബദർ പോർക്കളത്തിന്റെ നടുമുറ്റത്ത് തമ്പടിച്ചവരാണ് സുഹൃത്തുക്കളെ. സുബ്ഹാനല്ലാഹ്. നാം മനസ്സിലാക്കണം, ആ പരിശുദ്ധമായ ബദർ റമദാൻ 16ാം രാവ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി സ്വഹാബത്ത് ഒരു ചെറിയ പന്തലുണ്ടാക്കിയിട്ട് പറഞ്ഞു, നബിയെ അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളാം. എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് യുദ്ധത്തിൽ വിജയം കൈവരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ പന്തലിലേക്ക് തിരിച്ചെത്താം. അതല്ലെങ്കിലോ ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ശത്രുക്കളുടെ വാളിനിരയായി പരാജയപ്പെട്ട് അതല്ലെങ്കിൽ ഞങ്ങൾ രക്തസാക്ഷികളാകുകയാണെങ്കിൽ നബിയെ അങ്ങക്കൊന്നും സംഭവിക്കരുത്, അങ്ങക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു ചെറിയ പന്തൽ നിർമ്മിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പന്തൽ നിന്ന സ്ഥലത്താണ് ഇന്ന് അവിടെ പള്ളിയുണ്ട്, മസ്ജിദുൽ അരീഷ്. മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന ഒരു പള്ളി അവിടെയുണ്ട്. ബദറിൽ പോയവർക്കറിയാം. ആ സുന്ദരമായ സ്ഥലത്ത് കാലുകുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവബഹുലമായ സംഭവം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. സ്വഹാബത്ത് പലരും യാത്രാക്ഷീണം കൊണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പലരും ചെറുതായെന്ന് തളർന്നുറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഉറക്കമില്ലാതെ ആ പന്തലിനകത്ത് ദുആ ചെയ്ത് കഴിയുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് ചിലരൊക്കെ ചെന്ന് നോക്കി, അള്ളാഹുവിന്റെ റസൂലിന് ഉറക്കം വരുന്നില്ല, അവിടുന്ന് ഉറങ്ങുന്നില്ല. അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് രണ്ട് കൈയും ഉയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ഹബീബിന്റെ പ്രാർത്ഥന? എന്താണ് ഹബീബിന്റെ പ്രാർത്ഥന? സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ നസ്റകല്ലദീ വഅദ്തനി, അല്ലാഹുമ്മ انجزني ما وعدتني، اللهم اني انشدك عهدك ووعدك، اللهم ان شئت لم تعبد، اللهم ان تهلك هذه العصابه، اللهم ان تهلك هذه المندلو. ആ സഹായത്തിന് ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾ ഇന്നത്തെ രാത്രി നീ എല്ലാം അറിയുന്നവനും കാണുന്നവനുമാണ്. വാഗ്ദാനം ചെയ്ത സഹായം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇന്നത്തെ ദിവസം ഈ ശത്രു വിഭാഗത്തോട് എല്ലാവിധ സന്നാഹങ്ങളുമായി കടന്നു വന്ന ഈ ശത്രു വിഭാഗത്തോട് അല്ലാഹുവേ യുദ്ധം ചെയ്ത് ഞങ്ങൾ പരാജയപ്പെട്ടു പോയാൽ, അല്ലാഹുമ്മ ഇൻ ശിഅ്ത ലം തുഅബദ്, പടച്ചവനെ ഈ ദിവസം ഞങ്ങൾ പരാജയപ്പെട്ടാൽ പിന്നെ അല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ഈ ലോകത്താരും ഉണ്ടാകില്ല റബ്ബേ. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബത്തൽ യൗമ ലാ തുഅബദ്, അല്ലാഹുവേ ഈ ചെറുസംഘം ഇന്ന് നശിപ്പിക്കപ്പെട്ടാൽ, ഈ ചെറുസംഘം ശത്രുക്കളോട് പോരാടി യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയാൽ, ഈ ചെറുസംഘം ഇവിടെ വെച്ച് പരാജയമടഞ്ഞു പോയാൽ, അല്ലാഹുവേ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ വിരിമാറിൽ അല്ലാഹ് എന്നുച്ചരിക്കാൻ ഇനി ആരും ഈ ലോകത്തുണ്ടാകില്ല റബ്ബേ. അതുകൊണ്ട് നാഥാ, ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്ത സഹായം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പാതിരാവിന്റെ നിശബ്ദതയിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി വരുന്നു. ഇത് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നീ മഅകും ഫസബ്ബിതുൽ ലദീന ആമനൂ സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ഫദ്രിബൂ ഫൗഖൽ അഅനാഖ് വദ്രിബൂ മിൻഹും കുല്ല ബനാൻ ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. سبحان الله. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക, അങ്ങയുടെ രക്ഷിതാവ് മലക്കുകളിലേക്ക് സന്ദേശം നൽകിയ സന്ദർഭം എന്താ പറഞ്ഞത്? അന്നീമാക്കും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, പേടിക്കേണ്ട. ഫസബ്ബിതുൽ ലദീന ആമനൂ, അപ്പോൾ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ സ്ഥിരപ്പെടുത്തുക. മലക്കുകളോട് പറയുകയാ, അവരുടെ ഹൃദയങ്ങൾക്ക് നിങ്ങൾ ആത്മസംതൃപ്തി പകർന്നു കൊടുക്കുക, സമാധാനം പകർന്നു കൊടുക്കുക, അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കുക. സഉൽഖി ഫീ ഖുലൂബിൽ അവിശ്വാസികളായ ശത്രുക്കളായ ആളുകളുടെ ഹൃദയത്തിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ്, അവരെ നാം യുദ്ധക്കളത്തിൽ ഭരിഭ്രാന്തരാക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ പിരടി നോക്കി നിങ്ങൾ വെട്ടുക. പിരടി മാത്രം മുറിച്ചാൽ പോരാ, എല്ലാത്തിന്റെയും കൈവിരലുകളും നിങ്ങൾ മുറിക്കണം, വെട്ടിമാറ്റണം. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്നറിയോ സുഹൃത്തുക്കളെ? അന്നൊരു മഴ പെയ്തു. ആ മഴ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു ശാന്തിയുടെ, സാന്ത്വനത്തിന്റെ, കാരുണ്യത്തിന്റെ മഴത്തുള്ളികളായിരുന്നു. മുസ്ലിങ്ങൾ തമ്പടിച്ച സ്ഥലത്ത് ആ മഴ പെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല അന്തരീക്ഷം, അവർക്ക് ആവശ്യത്തിന് വെള്ളമായി. അതേ സമയത്ത് ശത്രുക്കൾ ക്യാമ്പ് ചെയ്ത സ്ഥലമാകട്ടെ മഴ പെയ്ത് ആകപ്പാടെ ചെളിയും കുളവുമായി അവർക്ക് കാല് ഉറച്ചു നിൽക്കാൻ, നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. സുഹൃത്തുക്കളെ, നമ്മുടെ ചോദ്യവുമായിട്ട് വന്നിട്ടുണ്ട്. ചോദ്യം കഴിഞ്ഞ് നമുക്ക് തുടരാം. അപ്പൊ സുഹൃത്തുക്കൾ എല്ലാവരും ചോദ്യം കേട്ടല്ലോ. ഇൻഷാ അല്ലാഹ് ചോദ്യത്തിനുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് നമ്മുടെ ബാവസ്ഥാന്റെ ഐഡിയിലേക്ക് ഇൻഷാ അല്ലാഹ് അറിയിക്കുക. എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഇന്നത്തെ ഏറ്റവും കാലികമായ ചോദ്യമാണ്, ബദർ ദിനവുമായി ബന്ധപ്പെട്ട അൽഹംദുലില്ലാഹ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിന് എല്ലാവരും ഇൻഷാ അല്ലാഹ് മറുപടി സ്വയം കണ്ടുപിടിച്ച്, മറ്റുള്ളവരോട് ചോദിച്ച് PM ചെയ്തിട്ട് അങ്ങനെയല്ല, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, പലയിടത്തും അന്വേഷിച്ചാൽ കിട്ടും. അപ്പൊ അങ്ങനെ പരമാവധി അത് തേടി പിടിച്ച് അതിന്റെ മറുപടി ഇൻഷാ അല്ലാഹ് 10 മണിക്ക് മുമ്പായിട്ട് എത്തിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മൾ പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ അവിടെ ഫലിക്കുകയാണ്. അന്നത്തെ രാത്രി ഒരു മഴ പെയ്തു. ബദറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ ഒരു കുളിർ തന്നലായിരുന്നു ആ മഴ. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി അൽഹംദുലില്ലാഹ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മസമാധാനം, ആത്മാഭിമാനം, ആത്മസംതൃപ്തി, ഒരു ശുഭാപ്തി വിശ്വാസം അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞതുപോലെ സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ, അവിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു ഭയം, ഒരു വെപ്രാളം, ഒരു വേവലാതി. അതാണല്ലോ മനസ്സിന്റെ സ്ഥൈര്യമാണ് സ്ഥൈര്യം. അതാണ്, അല്ലാതെ ആയുധത്തിന്റെ ബലമല്ല. ആ മനസ്സിന് സ്ഥൈര്യം കിട്ടണമെങ്കിൽ, മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഈമാനം വേണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഏതായാലും ഞാൻ ചുരുക്കി പറയട്ടെ, സമയം നമുക്ക് വളരെ കുറവാണ്. മഗ്‌രിബിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഏതായാലും പരിശുദ്ധമായ റമദാനിലെ 17ാമത്തെ രാവ് സുബ്ഹി പ്രഭാതത്തിന്റെ പൊൻപുലരി പൊട്ടിവിടരുകയാണ്. രണ്ടു കൂട്ടരും മുഖാമുഖം അണിനിരന്നിരിക്കുകയാണ്. ഈ സമയത്ത് നേരത്തെ മഹാന്മാരായ സ്വഹാബത്ത് അവർക്ക് കുടിക്കാൻ ആവശ്യമായ ഒരു ഹൗദ്, വെള്ളമുള്ള ഒരു പ്രദേശത്ത് അവരൊരു ഹൗദ് നിർമ്മിച്ചിരുന്നു. ആ ഹൗദിൽ നിന്ന് ശത്രുക്കളെ വെള്ളമെടുക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കരുത് എന്ന തീരുമാനത്തിലായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. യുദ്ധത്തിനൊരു തുടക്കം കുറിക്കുകയാണ്. യുദ്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും കുടിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അസ്വദ് ബിൻ അബ്ദുൽ അസദ് അൽ മഖ്ദൂമി എന്ന് പറയുന്ന ഖുറൈശി മുശ്രിക്കുകളിൽപ്പെട്ട മനുഷ്യൻ ഇങ്ങോട്ട് കടന്നു വരികയാണ്. ആ സമയത്ത് സുഹൃത്തുക്കളെ നാം പഠിച്ചിട്ടില്ലേ, വംബുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയാസുവാദിന് മാറടാ വമ്പർ മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നവനാരടാ. സുബ്ഹാനല്ലാഹ്.
അസ്വദ് എന്ന് പറയുന്ന മനുഷ്യൻ ഹൗദിൽ നിന്ന് ബലമായി വെള്ളമെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ചാടി വീണ് അവനെ കൊലപ്പെടുത്തുകയാണ്. ബദർ യുദ്ധത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ട വ്യക്തിയാണ് അസ്വദ്. മുശ്രിക്കുകളിൽപ്പെട്ട ഒരുത്തന്റെ കാറ്റുപോയി കഴിഞ്ഞു. യുദ്ധം അവിടെ തുടങ്ങുകയാണ്. 313ഓളം വരുന്ന സ്വഹാബത്ത് 2 കുതിരകളുമായി 70 ഒട്ടകങ്ങളുമായി 60 പടയങ്കികളുമായി പോർക്കളത്തിൽ അണിനിരന്ന മഹാന്മാരായ സ്വഹാബത്ത് 700ഓളം വരുന്ന 700ഓളം വരുന്ന ഒട്ടകങ്ങളും 200ഓളം വരുന്ന കുതിരകളും 600ഓളം വരുന്ന പടയങ്കികളുമായി 1000ഓളം വരുന്ന ശത്രുക്കളും മറുഭാഗത്ത് അണിനിരക്കുമ്പോ സുഹൃത്തുക്കളെ ആദ്യമായി ദ്വന്ദ്വയുദ്ധമാണ് നടക്കുന്നത്. അസ്വദിനെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തുമ്പോ അതാ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് മല്ലന്മാരായ 3 ആളുകൾ ഇറങ്ങി വരികയാണ്. ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്. ഉത്ബത്ത് എന്ന് പേരുള്ള, ഷൈബത്ത് എന്ന് പേരുള്ള, വലീദ് എന്ന് പേരുള്ള, അഥവാ ഉത്ബത്തും ഷൈബത്തും സഹോദരന്മാരാണ്. ഷൈബത്തിന്റെ മകനാണ് വലീദ്. അങ്ങനെ 2-3 പേര് പോർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് വെല്ലുവിളിക്കുകയാണ്. ആരെന്തടാ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവൻ? ആ സമയത്ത് അൻസാരികളിൽപ്പെട്ട ചില സ്വഹാബത്ത് മുന്നോട്ടിറങ്ങുമ്പോൾ മക്കക്കാരായ ഖുറൈശികൾ ഇതാ പുച്ഛത്തോടുകൂടി പരിഹാസത്തോടുകൂടി വെല്ലുവിളിക്കുകയാണ്, മുഹമ്മദേ, ഞങ്ങൾക്ക് ഈ മദീനക്കാരായ അൻസാരികളായ ആളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരായ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ തന്റെ ഇടമുള്ളവര്? വെല്ലുവിളി അതാ മൂർച്ഛിച്ചപ്പോൾ സുഹൃത്തുക്കളെ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരിതാ പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെയും, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഷൈബത്തിനെയും, അലി റളിയല്ലാഹു അൻഹു വലീദിനെയും ഏറ്റുമുട്ടുന്നു. 3 പേരും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം, അതിശക്തമായ പോരാട്ടം ഇതാ പോർക്കളത്തിൽ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ബദർ പോർക്കളത്തിന്റെ നടുമുറ്റത്ത് അതിശക്തമായ യുദ്ധം നടക്കുകയാണ്. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും 6 പേര് പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു നിമിഷ നേരം കൊണ്ട് തന്നെ ഷൈബത്തിനെ വകവരുത്തി. അതുപോലെ അലി റളിയല്ലാഹു അൻഹു വലീദിനെയും വെട്ടിവീഴ്ത്തി. പക്ഷേ കുറച്ച് പ്രായം ചെന്ന ഉത്ബത്തും ഉബൈദത്തും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തുമായി ധീരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിനിടയിൽ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ ഉത്ബത്ത് അദ്ദേഹത്തിന്റെ കാലിൽ വെട്ടുന്നു. പോരാട്ടം തുടരുകയാണ്. ആര് വിജയിച്ചു ആര് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. 2 കൂട്ടരുടെയും വാളുകൾ പരസ്പരം അന്തരീക്ഷത്തിൽ മിന്നിമറയുകയാണ്. ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്ന് അതാ ഉത്ബത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. അവനെയും വകവരുത്തി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് 4 പേരെ ഇതാ യമപുരിക്ക് അയച്ചിരിക്കുകയാണ്. അസ്വദ്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് 4 പേരും ഇതാ ബദർ പോർക്കളത്തിന്റെ നടുമുറ്റത്ത് ഇതാ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തുമായുള്ള ഏറ്റുമുട്ടലിൽ മുറിവേറ്റ് മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ മഹാന്മാരായ സ്വഹാബത്ത് താങ്ങിയെടുത്തൊരു പന്തലിൽ കൊണ്ടുപോയി കിടത്തി. ആ സമയത്ത് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമം, നബിയേ, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ, ഞാൻ യുദ്ധത്തിൽ മുറിവേറ്റ് പരിക്കേറ്റുകൊണ്ട് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റിയിരുത്തിയിരിക്കുകയാണല്ലോ, ഞാനിനി മരണപ്പെട്ടാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയേ? ബദർ പോർക്കളത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഷഹീദിന്റെ കൂലി എനിക്ക് കിട്ടുമോ നബിയെ? മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു സംശയം. ആ സമയത്ത് പൊഞ്ചമ്പക പൂച്ചുണ്ടനക്കി ഉമ്മീ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശങ്കയ്ക്ക് സംശയത്തിന് മറുപടി കൊടുക്കുകയാണ്. ഓ ഉബൈദത്ത്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ഷഹീദാണ്, രക്തസാക്ഷിയുടെ കൂലി നിങ്ങൾക്ക് കിട്ടും. മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്കുള്ള യാത്രയിൽ ഇടക്ക് വെച്ചാണ് വഫാത്തായതെന്നും അദ്ദേഹത്തെ അവിടെ തന്നെ ചെയ്യപ്പെട്ടുവെന്നും ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. അങ്ങനെ സുഹൃത്തുക്കളെ, ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെയും വകവരുത്തി. ഈ സമയത്ത് ഉത്ബത്തിന്റെ മകളാണ് ഹിന്ദ്. നമുക്കൊക്കെ അറിയാം ചരിത്രത്തിൽ, അഥവാ അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദ്. ഈ സംഭവം നടക്കുമ്പോൾ അവരൊന്നും മുസ്ലിം അല്ലല്ലോ, അവരൊക്കെ ശത്രുഭാഗത്താണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം നമുക്ക് തോന്നിപ്പോകും. ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്നു, ബദ്ധവൈരിയായിരുന്നു അബൂ സുഫിയാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദ്. ആ ഹിന്ദ് എന്ത് ചെയ്തുവെന്നറിയുമോ? തന്റെ പിതാവായ ഉത്ബത്തിനെ ഹംസ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയപ്പോൾ ബദർ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്റെ പിതാവിനെ കൊലപ്പെടുത്തിയ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ ഞാൻ കടിച്ചു തുപ്പും.
എന്റെ പിതാവായ ഉത്തുബത്തിനെ കൊലപ്പെടുത്തിയ ഹംസയുടെ കരള് ഞാൻ അവസരം കിട്ടിയാൽ കടിച്ചു തുപ്പുമെന്ന് ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് പ്രതികാര വാഞ്ചയോടുകൂടി പ്രതിജ്ഞ എടുക്കുകയാണ്. അതിന്റെ പരിണിത ഫലമാണ് സുഹൃത്തുക്കളെ ഉഹദ് യുദ്ധത്തിൽ നാം കണ്ടത്. അബൂ സുഫിയാന്റെ ഭാര്യയായ ഉത്ബത്തിന്റെ മകളായ ഹിന്ദ് തന്റെ അടിമയായ വഹ്ഷിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ചരിത്രം നമുക്കറിയാം. മുഹമ്മദ്, ഹംസ, അലി ഇവർ മൂന്നിൽ വഹ്ഷി ഒരുവനെ നീ കൊല ചെയ്താൽ വിലയേറിയിടും സമ്മാനങ്ങൾ പലതും നൽകാം, മോചിതനാക്കാം. പ്രതികാരവാഞ്ച ആളിക്കത്തിയ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണ് പിന്നെ ഹിജ്റയുടെ 3-ാം വർഷം, അതാ ഒരു വർഷത്തിന് ശേഷം ഉഹദ് യുദ്ധം അരങ്ങേറുമ്പോ ആ ഉഹദ് പോർക്കളത്തിൽ വെച്ചുകൊണ്ട് തന്റെ അടിമയായ ഹിന്ദ് തന്റെ അടിമയായ വഹ്ഷിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സുഹൃത്തുക്കളെ, മുഹമ്മദ്, ഹംസ, അലി ഇവർ മൂന്നിൽ വഹ്ഷി ഒരുവനെ നീ കൊല ചെയ്താൽ വിലയേറിയിടും സമ്മാനങ്ങൾ പലതും നൽകാം, മോചിതനാക്കാം. മുഹമ്മദ്, ഹംസ, അലി ഇവർ മൂന്നിൽ ഒരാളെ നീ കൊലപ്പെടുത്തുകയാണെങ്കിൽ എന്നേക്കുമായി അടിമത്വത്തിന്റെ നുഖത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാം, ധാരാളം സമ്മാനങ്ങൾ നിനക്ക് നൽകാം. ആ വാഗ്ദാനം കേട്ടുകൊണ്ട്, ആ പ്രലോഭനം കേട്ടുകൊണ്ട് വഹ്ഷി എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? ഉഹദ് പോർക്കളത്തിന്റെ ഒരു മൂലയിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരമ്പ് പ്രയോഗിക്കുകയാണ്. ആ അമ്പ് മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ നെറ്റിത്തടത്തിൽ ചെന്ന് തറച്ച് സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹുവിന് രക്തസാക്ഷിയായി. മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ മാർവിടം പിളർന്ന് അവിടുത്തെ കരൾ കൊണ്ടുവന്ന് തന്റെ യജമാനത്തിയായ ഹിന്ദിന് കാഴ്ചവെച്ചപ്പോൾ ഹിന്ദ് കഴിഞ്ഞ വർഷം തന്റെ പിതാവിനെ ഹംസ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയപ്പോൾ നടത്തിയ ആ പ്രതിജ്ഞ അവിടെ നടപ്പിൽ വരുത്തുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ കരൾ അവർ ചവച്ചു തുപ്പിയിട്ട്, കടിച്ചു തുപ്പിയിട്ട് അവർ പ്രതികാരം തീർത്തു. സുഹൃത്തുക്കളെ, ഇതാണ് ചരിത്രം. ആ ഭാഗത്തേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. ഏതായാലും ആ യുദ്ധത്തിൽ ബദർ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. ചുരുക്കട്ടെ സുഹൃത്തുക്കളെ, 950 ഇടത്തിലുള്ള അല്ലെങ്കിൽ 1000-ലധികം വരുന്ന സർവായുധ വിഭൂഷിതരായ ശത്രുക്കളെ ഒരു പോർഭാഗത്ത് അണിനിരന്നിരിക്കുന്നു. മഹാന്മാരായ സ്വഹാബത്തിപ്പുറത്തുമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും ചിന്തിക്കണം. ആ സമയത്ത് ആ പോർക്കളത്തിൽ നിന്നുകൊണ്ട് ഈമാൻ കൈമുതലാക്കിയ മഹാന്മാരായ സ്വഹാബത്ത് ധീരദൂരം പോരാടി. ആകെ 14 സ്വഹാബികൾ മാത്രമാണ് ബദർ പോർക്കളത്തിൽ രക്തസാക്ഷികളായത്. അതേ സമയത്ത് ഞങ്ങളിപ്പോ തന്നെ മുഹമ്മദിനെയും അനുയായികളെയും യമപുരിക്കയക്കുമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി അഹങ്കാരത്തിന്റെ മനസ്സുമായി കടന്നു വന്ന അബൂജഹലിന്റെ പട്ടാളമുണ്ടല്ലോ, അവർക്ക് നേതൃത്വം കൊടുത്ത അബൂജഹലിനെ തന്നെ മുസ്ലിങ്ങൾ വകവരുത്തി. അവർക്ക് നേതൃത്വം കൊടുത്ത ഖുറൈശികൾക്ക് നേതൃത്വം കൊടുത്ത അവരുടെ നേതാവായിരുന്ന അബൂജഹലി ബദർ പോർക്കളത്തിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. തലേന്ന് രാത്രി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഒരു പ്രവചനം നടത്തിയിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ പോർക്കളത്തിലൂടെ നടന്നിട്ട് മഹാനായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ. ഇത് അബൂജഹൽ ചത്തു വീഴുന്ന സ്ഥലമാണ്, ഇത് ഉത്ബത്ത് ചത്തു വീഴുന്ന സ്ഥലമാണ്, ഇത് ശൈബത്ത് വെട്ടുകൊണ്ട് വീഴുന്ന സ്ഥലമാണ്, ഇത് വലീദ് വെട്ടുകൊണ്ട് വീഴുന്ന സ്ഥലമാണെന്ന് അള്ളാഹു ഹബീബ് ഓരോ സ്ഥലവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിന് ആവേശം പകരുകയുണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ പുലരുകയാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലേന്ന് രാത്രി ചൂണ്ടിക്കാണിച്ച അതേ സ്ഥലത്ത് തന്നെ അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും അടങ്ങുന്ന ശത്രു ലോകത്തെ കിങ്കരന്മാർ, മുടിചൂരാമന്നന്മാരായ അഹങ്കാരികളായ ധീരശൂര പരാക്രമികളെന്ന് അവർ വെല്ലുവിളിച്ചിരുന്ന, അവരഭിമാനം മുഴക്കിയിരുന്ന ആളുകളെല്ലാം ബദർ പോർക്കളത്തിൽ ഒന്നൊന്നായി വെട്ടുകൊണ്ട് വീഴുകയാണ്. 70ഓളം വരുന്ന ആളുകളെ കൊലപ്പെടുത്തി. ഒന്നും രണ്ടുമല്ല, 70ഓളം വരുന്ന ശത്രുക്കൾ ബദർ പോർക്കളത്തിൽ മരിച്ചു വീണു. 70ഓളം വരുന്ന പ്രഗത്ഭരായ നേതാക്കളെ മുസ്ലിങ്ങളെ അടിമകളായി പിടിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ യുദ്ധക്കളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശത്രുക്കൾ ഇതാ പാഞ്ഞു ഓടുകയാണ്, രക്ഷപ്പെടുകയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടു. ഈ സമയത്ത് വേറെ രസമുണ്ട് സുഹൃത്തുക്കളെ. ബദർ പോർക്കളത്തിലേക്ക് ശത്രുക്കൾ ഇങ്ങനെ സർവായുധ വിഭൂഷിതരായി ആട്ടും കൊട്ടും പാട്ടുമായി നടക്കുമ്പോ അവരുടെ കൂടെ ഒരുത്തൻ കൂടിയിട്ട് നല്ല രീതിയിലൊക്കെ സോപ്പിട്ട് അവർക്ക് ആത്മവിശ്വാസം പകർന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടോ, പേടിക്കേണ്ട, ധൈര്യമായിട്ട് യുദ്ധം ചെയ്തോ, നമുക്ക് മുഹമ്മദിനെ അങ്ങനെയാക്കണം, അവരെ ഇങ്ങനെയാക്കണം, എല്ലാത്തിനെയും ഇന്നത്തെ കൊണ്ട് കഥ കഴിക്കണം, എല്ലാവരുടെയും ജോലി ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കൂടിയ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി യുദ്ധം കൊടിക്കുരിപ്പിടിക്കൊണ്ട് അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദും അടങ്ങുന്ന വമ്പന്മാരായ മല്ലന്മാരായ ആളുകൾ മുസ്ലിങ്ങളുടെ വാളിനിരയാകുമ്പോൾ ഇബ്ലീസ് അവിടെ നിന്ന് ഒരു ഓട്ടോ ഓടി. അവിടെ നിന്ന് ഒരു വിടൽ വിട്ടിട്ട് മൂപ്പര് പോയ സ്ഥലത്ത് പിന്നെ പുല്ല് മുളച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ് കേട്ടോ. അങ്ങനെ ഏതായാലും പിന്നെ പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാതെ ശത്രുക്കൾ ഓരോന്നായി പോർക്കളം വിട്ടൊഴിഞ്ഞുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് അതിശക്തമായ വിജയം നൽകി. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലാ വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലാ. ഓ നബിയേ, വലഖദ് നസറകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. വഅൻതും അദില്ലാ, നിങ്ങൾ വളരെ നിസ്സാരന്മാരായിരുന്നു, ഒന്നുമില്ലാത്തവരും പട്ടിണിപ്പാവങ്ങളാണ്, ആയുധങ്ങളില്ലാത്തവരായിരുന്നു. പക്ഷേ അല്ലാഹു തആല മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിച്ചു. മലക്കുകൾ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുകയായിരുന്നു എന്ന്, അല്ലാതെ 5000-10,000 ഒന്നും മലക്കുകളെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ജിബ്രീൽ തന്നെ വന്നിറങ്ങിയിട്ട് വേണമെങ്കിൽ ആ ചിറകൊന്നും ഇങ്ങനെ അടിച്ചു വീശിയാൽ മതി. അബൂജഹൽ ഉത്തുബത്തൊന്നും കണ്ട പൊടി അവിടെ കാണൂല, പാറിപ്പോകും. പക്ഷെ അല്ലാഹു തആല എന്ത് ചെയ്തു? 1000 മലക്കുകളെ ഇറക്കിയെന്നും 5000 മലക്കുകളെ ഇറക്കിയെന്നും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ വിവിധ വചനങ്ങളിൽ നമുക്ക് കാണാം, അല്ലെ? അപ്പോ അവരെ മലക്കുകളെ ഇറക്കി കൊടുത്ത് അല്ലാഹു തആല അവർക്ക് ആത്മവിശ്വാസം പകരുകയായിരുന്നു. അഥവാ മുസ്ലിങ്ങൾ ആദ്യം യുദ്ധം തുടങ്ങുന്ന സമയത്ത് മുസ്ലിങ്ങൾ ശത്രുക്കളുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവരെ എണ്ണത്തിൽ കുറവായിട്ട് കാണിച്ചു കൊടുത്തു, അവരിങ്ങോട്ട് നോക്കുമ്പോഴും കുറവായിട്ട് കാണിച്ചു കൊടുത്തു. പക്ഷെ യുദ്ധം അങ്ങ് കൊടുമ്പിരിക്കൊണ്ടപ്പോ മുസ്ലിങ്ങൾ മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് മറ്റവരെ കുറഞ്ഞു തന്നെ കണ്ടു. പക്ഷെ ശത്രുക്കൾ ഇപ്പുറത്ത് നോക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, നേരത്തെ കണ്ട 10, 200, 300 ഒന്നും അല്ല, ആള് കൂടി, സന്നാഹങ്ങൾ കൂടി, വലിയൊരു പട്ടാളം തന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നതായി അവർക്ക് തോന്നി. അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാ രക്ഷയില്ല. അങ്ങനെ ഏതായാലും സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി നടന്ന പോരാട്ടം യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം, ഈമാൻ കൈമുതലാക്കിയ ആളുകളെ അല്ലാഹു തആല സഹായിച്ചു. അതാണ് നമുക്ക് ഇന്നും പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മധൈര്യം, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആയുധം കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള സന്നാഹങ്ങൾ കൊണ്ടോ നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഏത് മേഖലയിലായാലും അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും വന്നുപോയാൽ അത് പരാജയത്തിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കുക. അനുഭവങ്ങളാണ് നമുക്ക് സാക്ഷി. എന്ത് വിഷയത്തിലും, യുദ്ധക്കളത്തിൽ മാത്രമല്ല, നമുക്ക് തോന്നുകയാണ് ഞാൻ തരക്കേടില്ല, ഞങ്ങൾ തരക്കേടില്ല, ഞങ്ങൾ വിചാരിച്ച പലതും നടക്കും എന്ന് ആരെങ്കിലും ഒരു സംഘമോ ഒരു വ്യക്തിയോ കരുതിപ്പോയാൽ അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും. അവർ നയിക്കുന്ന പ്രസ്ഥാനവും പരാജയപ്പെടും, സംശയമൊന്നുമില്ല. അല്ല, വേറൊന്നും കൊണ്ടൊന്നുമല്ല, അവർ മോശക്കാരായതുകൊണ്ടല്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നുപോയാൽ, അതേ സമയത്ത് പാവങ്ങൾ, പടച്ചോനെ ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്ക് ഒരു കഴിവില്ല, സഹായിക്കാൻ ആരുമില്ല അല്ലാ എന്ന ഒരു ആ വിനയത്തിന്റെയും വിധേയത്വത്തിന്റെയും സമർപ്പണത്തിന്റെയും മനസ്സാണ് അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, ചുരുക്കി പറയട്ടെ, ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബത്ത്, അവരെയും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. സുബ്ഹാനല്ലാഹ്. അവരവരുടെ സമ്പത്ത് ധർമ്മം ചെയ്തു, അവരുടെ ശരീരം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ബലി കഴിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി എല്ലാം വിറ്റവരാണവര്, എല്ലാം ത്യജിച്ചവരാണവര്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ബദർ സ്വഹാബത്തുണ്ടല്ലോ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുണ്ടല്ലോ, അവർക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനമാണ് സുഹൃത്തുക്കളെ. ബദരീങ്ങൾ ആരാണെന്നറിയാത്തവൻ അവൻ ഇസ്ലാമിൽ എന്ത് സ്ഥാനമുള്ളത്? ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കണമെന്ന് ദുആ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവൻ അവൻ ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുത്തന്റെ കമന്റ്, അവൻ മുസ്ലിം പേരുള്ള ഒരു തറവാട്ടിൽ ജനിച്ചു എന്നല്ലാതെ ഇസ്ലാം എന്താണെന്ന് അവൻ അറിയില്ല. നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നബി തങ്ങളുടെ സദസ്സ്, ആ സദസ്സിലേക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഏതാനും സ്വഹാബത്ത് ബദരീങ്ങൾ കടന്നു വരികയാണ്. ബദരീങ്ങൾ കടന്നു വരുന്ന സമയത്ത് സുഹൃത്തുക്കളെ, അവരിങ്ങനെ ഇരിക്കാൻ സ്ഥലമില്ലാതെ തിങ്ങി നിറഞ്ഞ സദസ്സാണ്. ആരെങ്കിലും തങ്ങൾക്ക് ചെറിയ സീറ്റ് കൊടുക്കും, അവസരം കൊടുക്കുമെന്ന് കരുതി മഹാന്മാരായ സ്വഹാബത്ത് ആകാംക്ഷാഭരിതരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആരും എഴുന്നേറ്റ് കൊടുക്കുന്നില്ല, ആരും സഹകരിച്ചു കൊടുക്കുന്നില്ല, ആരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന് ദേഷ്യം വന്നു, അവിടത്തേക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിട്ട് ചിലരുടെ പേരെടുത്തങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, ഖും, എഴുന്നേക്കൂ. ഓരോരുത്തരും അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് പൊക്കി. എന്നിട്ട് ഈ വന്ന ബദരീങ്ങളിൽപ്പെട്ട ഓരോ സഹാബികളെയും അവിടെ ഇരുത്തി. എന്നിട്ട് ബാക്കിയുള്ളവരെയും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുത്തി. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾക്കറിയുമോ ഇവരാരാണെന്നറിയുമോ? ഈ വന്നു നിന്നവരാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇസ്ലാമിന് നിർണായകമായ ഒരു ഘട്ടത്തിൽ ജീവൻ പകർന്നവരാണ്. സ്വന്തം ധനവും സമ്പത്തും ശരീരവും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലികഴിച്ചവരാണ്, ബദരീങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ മാന്യമായ സ്ഥാനം നൽകണം. സുഹൃത്തുക്കളെ, സൂറത്തുൽ മുജാദലയിലെ ഒരു പ്രത്യേകമായ ആയത്ത് തന്നെ ഇറങ്ങാനുള്ള കാരണം ഈ സംഭവമാണ്.
എന്താ? വഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല അൻഷുസു ഫൻഷുസു യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും. ഖുർആൻ പറയുകയാ, ഏയ് വഇദാ ഖീല ലക്കും അല്പം ഒതുങ്ങണേ എന്ന രീതിയിൽ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദയനീയമായ നോട്ടങ്ങൾ നമുക്കറിയാം. ഇരിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കണം, അവർക്ക് വിശാലത ചെയ്തു കൊടുക്കണം. എന്നാൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്കും വിശാലത ചെയ്തു തരും. ഇസ്ലാമിക ചരിത്രത്തിൽ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, നബി തങ്ങൾക്ക് ശേഷം മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളും എല്ലാ സ്വഹാബികളും ബദരീങ്ങൾക്ക് പ്രത്യേകമായ മഹത്വവും സ്ഥാനവും നൽകിയിരുന്നു. ഒരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബിയോട് അല്പം ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നു. സംസാരം കുറച്ച് കട്ടിയായപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇടപെട്ടു. അള്ളാഹുവിന്റെ ഹബീബ് ഇടപെട്ടിട്ട് സംസാരിച്ചെന്ന് തടഞ്ഞു. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് വാണിംഗ് കൊടുത്തു, പാടില്ല പാടില്ല, അദ്ദേഹം ബദരിയാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്, ഉമറുൽ ഫാറൂഖും തന്നെയാണ്. പക്ഷേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാളോടും ആരും മുഖം കറുത്ത് സംസാരിക്കാൻ പാടില്ല. ഈ സംഭവത്തിന് ശേഷം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ല എല്ലാ സ്വഹാബികളും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഏതൊരു സ്വഹാബിയെയും കണ്ടാൽ വലിയ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടിയാണ് അവർ വീക്ഷിച്ചിരുന്നത്. മാത്രമല്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ ബദരീങ്ങളെ അവഗണിച്ചത് കൊണ്ടാണ് അവൻ പരാജയപ്പെട്ടത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ടായിരുന്നു. വഹാബികളെ ശരിക്ക് ശ്രദ്ധിക്കണം, ആധുനിക ഇസ്ലാമിസ്റ്റുകളെ ശരിക്ക് ശ്രദ്ധിക്കണം. ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഞങ്ങളാണ് ദീനിന്റെ വലിയ ആളുകൾ, വലിയ ദായികൾ എന്ന ആ ഒരു അഹങ്കാരത്തോടു കൂടി നടക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ബദർ പോർക്കളത്തിൽ ജീവൻ സമർപ്പിച്ചുകൊണ്ട് സംരക്ഷിച്ച മഹാന്മാരായ സ്വഹാബത്ത്, അവരെ അവഗണിച്ചുകൊണ്ടൊരു ഇസ്ലാമില്ല, അവരെ അവഗണിച്ചുകൊണ്ടൊരു ചരിത്രം ദീനിലില്ല. സുബ്ഹാനല്ലാഹ്. ഇനിയും എത്രയോ ബദരീങ്ങളുടെ മഹത്വം പറയാനുണ്ട് സുഹൃത്തുക്കളെ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇല്ല ഒരു അല്പസമയം കൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് ഒരു സദസ്സിലിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളിൽ നിന്ന് 3 ആളുകളെ വിളിച്ചു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മറ്റൊരു സഹാബിയെയും വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ പുറപ്പെടണം, നിങ്ങളുടെ കുതിരയും എടുത്തുകൊണ്ട് അത് ശീഘ്രം നിങ്ങളുടെ കുതിരകളെ പായിക്കണം. നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മക്കയുടെയും മദീനയുടെയും ഇടയിൽ റൗലത്ത് ഖാഖ് എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ ഇന്ന മൂലയിൽ നിങ്ങൾക്കൊരു പെണ്ണിനെ കാണാം. അവള് മക്കയെ ലക്ഷ്യം വെക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. ആ കത്ത് അവളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ടുവരണം. 3 സഹാബികളും 3 പേരും പ്രിയപ്പെട്ടവരെ അവരുടെ വാഹനം മുന്നോട്ട് പായിച്ചു. അവരുടെ വാഹനം മുന്നോട്ട് പായിക്കുകയാണ്. അങ്ങനെ അവര് ഖാഖ് എന്ന് പറയുന്ന തോട്ടത്തിൽ ചെല്ലുമ്പോ ആ പെണ്ണുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ആ പെണ്ണുണ്ട്. അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്, ഒരു ലെറ്റർ ഉണ്ട്, ഞങ്ങൾക്ക് തരണം. അവള് പറഞ്ഞു, കത്തോ ലെറ്ററോ? എന്റെ കയ്യിലോ? അങ്ങനെയൊന്നുമില്ല. അവളങ്ങ് ഒഴിഞ്ഞു മാറാൻ നോക്കി. അള്ളാഹുവിന്റെ ഹബീബാണല്ലോ പറഞ്ഞത്, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, തന്നേ പറ്റൂ, നിന്റെ കയ്യിൽ കത്തുണ്ട്, ലെറ്ററുണ്ട്, തന്നില്ലെങ്കിൽ ഞങ്ങൾ ബലമായി പിടിച്ചു മേടിക്കും. അലി റളിയല്ലാഹുവിനെ ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് ആ പെണ്ണെന്ത് ചെയ്തു എന്നറിയുമോ? അവളുടെ മുടിക്കെട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തെടുത്ത് മഹാനായ അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവരത് ആ കത്തും വാങ്ങിക്കൊണ്ട് അതിശീഘ്രം അവരുടെ കുതിരകളെ വീണ്ടും മദീനയിലേക്ക് പായിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ കൊണ്ടുവന്ന ആ കത്ത് കൊടുക്കുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആ കത്ത് സദസ്സിൽ വെച്ച് തന്നെ നിവർത്തി വായിക്കുമ്പോൾ അത് ആരെഴുതിയ കത്താണെന്നറിയുമോ? മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന് പറയുന്ന സ്വഹാബി എഴുതിയ കത്താണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്. അദ്ദേഹം തന്റെ കൂട്ടുകാരായ, തന്റെ കുടുംബക്കാരായ ചില ആളുകൾക്ക് മക്കയിലേക്ക് കൊടുത്തയച്ച ഒരു കത്താണ്. എന്താ കത്തിന്റെ ഉള്ളടക്കം? ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മക്കയിലേക്കൊന്ന് മാർച്ച് ചെയ്യാൻ കരുതിയിരിക്കുന്ന സമയമാണ്. അഥവാ മക്കം ഫത്തഹിന് മുമ്പുണ്ടായ സംഭവമാണ്. നബി തങ്ങള് സഹാബത്തുമായി മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത ഒരു ചെറിയ രഹസ്യം ചോർത്തലി മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ സംഭവം, ആ രഹസ്യം മക്കയിലെ തന്റെ കുടുംബക്കാരായ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത് എന്ന് കരുതി.
അവര് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി. മറ്റൊന്നും അവിടെ ലക്ഷ്യമില്ല. ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ടല്ല, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, സഹാബത്തിനോടുള്ള വിരോധം കൊണ്ടല്ല. തങ്ങളുടെ കുടുംബക്കാരായ ആളുകൾക്കൊന്നും പറ്റരുത്, അവര് വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, അവരെന്തെങ്കിലും അതിന് മുൻകരുതലെടുത്തോട്ടെ, അവര് വേണ്ട മാർഗങ്ങൾ സ്വീകരിച്ചോട്ടെ എന്ന രീതിയിൽ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മഹാനായ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ഈ കത്തെഴുതിയ പെണ്ണിന്റെ കൈവശം കൊടുത്തതാണ്. കത്തങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ സ്വഹാബത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം മുസ്ലിങ്ങളുടെ രാഷ്ട്രത്തിന്റെ രഹസ്യം ചോർത്തി കൊടുത്തിരിക്കുകയാണ്. രഹസ്യ ചോർത്തുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്, അല്ലേ? രഹസ്യം ചോർത്തുക എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും കുറ്റം തന്നെയാണ്, കുഴപ്പമാണ്. അവർക്ക് വലിയ ശിക്ഷയാണ് രാഷ്ട്രങ്ങൾ നൽകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ഈ സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദഅനി അദ്രിബു ഉനുഖഹ, നബിയെ എനിക്ക് അവരെ വിട്ടുതരൂ, ഞാൻ അവന്റെ പെരടി വെട്ടട്ടെ. അവൻ മുനാഫിഖാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മുസ്ലിങ്ങളുടെ രഹസ്യം ചോർത്തി കൊടുത്തവനാണ്, അതുകൊണ്ട് അവന്റെ പെരടി ഞാൻ വെട്ടട്ടെ നബിയെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറെ ക്ഷമിക്കണം, അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. മഹാനായ ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, മോനെ എന്താണിത്? അദ്ദേഹം തന്റെ സംഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ കത്ത് കൊടുത്തതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഞാൻ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ടോ ഇസ്ലാമിക രാഷ്ട്രത്തെ ഒറ്റുകൊടുക്കാനോ അങ്ങയെയോ അനുയായികളെയോ ചതിക്കാനോ വഞ്ചിക്കാനോ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുത്തയച്ച കത്തല്ല ഇത്. മറിച്ച് എന്റെ കുടുംബക്കാരായ എന്റെ ആളുകളായ ആളുകൾ മക്കയിലുണ്ട്, അവർക്കൊന്നും സംഭവിക്കരുത്, അവർ രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ അവരവരുടെ മാർഗം സ്വീകരിച്ചോട്ടെ, എന്റെ സമ്പത്ത് അവരെന്ന് സംരക്ഷിച്ചോട്ടെ എന്ന രീതിയിൽ ഞാൻ അവർക്കൊരു കത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അതല്ലാതെ എന്റെ ഈമാനിനൊരു കുറവും സംഭവിച്ചിട്ടില്ല നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു തന്റെ സത്യം വിശദീകരിച്ചപ്പോ, തന്റെ ഭാഗം വിശദീകരിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന് അത് ബോധ്യപ്പെട്ടു, അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ആ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിന് മാത്രമല്ല, ലോകാവസാനം വരെ ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികളും ബദരീങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ലഅല്ലല്ലാഹ ഖദ് ഇത്ലഅ അലാ അഹ്ലി ബദരിൻ ഫഖാല ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും ദുനൂബക്കും. ലഅല്ലല്ലാഹ ഖദ് ഇത്ലഅ അലാ അഹ്ലി ബദർ, അല്ലാഹു തആല ബദരീങ്ങളുടെ മേൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞേക്കാം, ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു വന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല അവർക്ക് സന്ദേശം നൽകിയേക്കാം. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും അതിന്റെ പേരിൽ ആരും അവരുടെ മേൽ കുതിര കയറേണ്ടതില്ല. അതല്ലാതെ അവർ അല്ലാഹുവിന്റെ പ്രവർത്തനമെന്നല്ല, തോന്നിവാസം ചെയ്യുമെന്നല്ല, അങ്ങനെ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് അവരുടെ മഹത്വം ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികളും മനസ്സിലാക്കാൻ വേണ്ടി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വർണ്ണ വിഭ്രംജിത പൊൻചുണ്ടനക്കിക്കൊണ്ട് മൊഴിഞ്ഞ മുത്തുമണികളാണ്. സുഹൃത്തുക്കളെ, ഇതിൽ പരം നമുക്ക് തെളിവെന്ത് വേണം? അതുകൊണ്ട് ആ ബദരീങ്ങൾ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ബദർ പോർക്കളത്തിൽ അണിനിരന്ന 313ഓളം വരുന്ന സഹാബാക്കളുടെ മുഴുവൻ പേരും അവരുടെ വാപ്പയുടെയും അവരുടെ കുടുംബത്തിന്റെയും പേര് സഹിതം റിക്കാർഡാക്കി വെച്ച ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. ലോകത്ത് എവിടെ കാണാൻ കഴിയും? ലോകത്ത് എത്ര യുദ്ധം നടന്നിട്ടുണ്ട്? ജൂതന്മാരും ക്രിസ്ത്യാനികളും നടത്തി എത്ര പരിശുദ്ധ യുദ്ധങ്ങളുണ്ട്, എത്ര കുരിശുദ്ധങ്ങളുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത ഏതെങ്കിലും ഒരുത്തന്റെ പേരോ കുടുംബമോ നാമമോ ആർക്കെങ്കിലും അറിയോ? പക്ഷേ ഇത് അതല്ല സുഹൃത്തുക്കളെ. ഇസ്ലാമിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാന്മാരായ സ്വഹാബത്ത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ബദർ പോർക്കളത്തിൽ അണിനിരന്ന മുഴുവൻ ആളുകളുടെയും യുദ്ധക്കണത്തിൽ അണിനിരന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്തവർ മാത്രമല്ല, യുദ്ധത്തിന് വരാത്തവർക്കും ആ പ്രതിഫലം അല്ലാഹു തആല ചിലർക്കൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മക്കയിൽ പള്ളിയിൽ വാങ്ങുകൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ചിരുന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം മഹാനവറുകൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ ബദരീങ്ങളുടെ പട്ടികയിലാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ മകളുടെ ഭർത്താവായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബീബി റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുകയാണ്. ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് മദീനയിൽ നിൽക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴേക്കും ബഹുമാനപ്പെട്ട ബീബി റുഖയ്യ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ പട്ടികയിലാണ്. അങ്ങനെ ആ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങ് ബദരീങ്ങളുടെ പട്ടികയിൽ പെടുത്തിയ മുഴുവൻ സ്വഹാബികളുടെയും പേരും അവരുടെ പിതാവിന്റെ പേരും അവരുടെ കുടുംബ
കുടുംബപ്പേരുമടക്കം മഹാന്മാരായ ഇസ്ലാമിലെ ചരിത്രകാരന്മാർ എത്രയോ ഗ്രന്ഥങ്ങൾ ആ ബദരീങ്ങളുടെ പേരും അവരുടെ ചരിത്രവും രേഖപ്പെടുത്താൻ വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം. ഇന്നത്തെ ചില അഭിനവ ഇസ്ലാമിസ്റ്റുകൾക്ക് ബദരി എന്ന് കേൾക്കുമ്പോൾ പുച്ഛമാ. എന്നിട്ട് അവരിപ്പോ ക്ലാസ് നടത്തുക, പ്രസംഗം നടത്തിയ ബദരീങ്ങള് സംശയം ചോദിക്കാൻ. എന്താ അങ്ങനെ സംശയം മറുപടി പറയാ? ആണത്വമുണ്ടോ, അന്തസ്സുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ വെള്ളം ചേർക്കാതെ മാന്യമായി ചരിത്രങ്ങൾ അവതരിപ്പിക്കാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും വഹാബി ഉണ്ടോ? നിങ്ങൾക്കൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എന്ത് അവകാശമുള്ളത് മക്കളെ? ഏതൊരു സമൂഹത്തിനും ആ സമൂഹത്തെ ഈ നിലയിലാക്കുന്നതിന് പാടുപെട്ട, പണിയെടുത്ത, അതിനുവേണ്ടി ജീവൻ ബലി കഴിച്ച മുൻഗാമികളെ വിസ്മരിക്കുന്ന, തള്ളിക്കളയുന്ന, പരിഹസിക്കുന്ന ഒരു സമൂഹം പിൽക്കാലത്ത് ഏതെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഈ ആധുനിക ഇസ്ലാമിസ്റ്റുകളല്ലാതെ. എന്നിട്ടിപ്പോ ബദരീങ്ങള് ബദറും ബദരീങ്ങളും ഞങ്ങൾ ക്ലാസ് നടത്തുന്നു, ഇന്നാൾ പ്രസംഗിക്കുന്നു, വരണേന്ന് വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാനുണ്ട്, പറയണം, മറുപടി പറയണം. ഇതൊക്കെ തള്ളിക്കളയാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? ഇന്നും ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ സുഹൃത്തുക്കളെ, ആ മുഴുവൻ സഹാബികളുടെയും പേര് റെക്കോർഡാക്കി എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്താ അതിന്റെ പുണ്യം? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ച മഹാന്മാരായ സ്വഹാബത്ത്, മഹാന്മാരായ താബീങ്ങൾ, തബഅ താബീങ്ങൾ, ഇമ്മത്തുകൾ, പൂർവ്വകാല സൂരികളായ പണ്ഡിതന്മാർ, മഹാന്മാരായ ബദരീങ്ങളുടെ പേര് ഉരുവിട്ട് അത് ഹിഫ്ളാക്കി, അത് കാണാതെ പഠിച്ച് അത് സ്ഥിരമായി ചെല്ലുന്നതിന് ധാരാളം അഥറുകളുണ്ട് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ പറഞ്ഞതല്ല, അതൊക്കെ അനുഭവങ്ങളാണ്, മുജറബാണ് സുഹൃത്തുക്കളെ. അതിനെ കുറച്ചൊക്കെ വിശദീകരിക്കാൻ ഇഷ്ടം പോലെ സമയം വേണം. എന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു, മഗ്‌രിബിന്റെ വാങ്കിന് സമയമായിട്ടുണ്ട്. ഏതായാലും മഹാന്മാരായ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെ എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെയും കുടുംബത്തെയും അവന്റെ യഥാർത്ഥ മഖബൂലിങ്ങളിലും മബ്റൂരിങ്ങളിലും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാരായ ബദരീങ്ങളോടൊപ്പം അല്ലാഹു തആല നാളെ അവന്റെ അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗീയ ഭവനത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായി കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ഹഖ് കൊണ്ട് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബറക്കത്തും ഇസ്സത്തും റാഹത്തും നൽകുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകുമാറാവട്ടെ. കടങ്ങളിൽ നിന്ന് സലാമത്താക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അതെ, നമുക്ക് ഇൻഷാ അല്ലാഹ്, എനിക്കിപ്പോ സമയം വളരെ വൈകിട്ടുണ്ട്, ഒരു 10 മിനിറ്റേ ഉള്ളൂ മഗ്‌രിബ് വാങ്ക് വിളിക്കാൻ വേണ്ടി. ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി ഉസ്താദന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ദുആ ഇൻഷാ അല്ലാഹ് നന്നായിരുന്നു. മഹാന്മാരായ ബദർ ശുഹദാക്കൾ, അവർക്ക് വേണ്ടി അവരുടെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്, അവർക്ക് അവരുടെ പുണ്യം പറഞ്ഞ സദസ്സാണ്. തീർച്ചയായും ദുആക്ക് ഇജാബത്തുള്ള ഒരു മജ്ലിസാണ്. നമ്മുടെ പാവപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ ബദർ പോർക്കളത്തിൽ വീരചരിതം രചിച്ച മഹത്തുക്കളായ ബദരീങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഫലസ്തീനിലെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അല്ലാഹു തആല അവർക്ക് ഖൈറായ നിരക്കുള്ള മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കെതിരെ ആയുധം എടുത്തുകൊണ്ട് പോരാടുന്ന ജൂതന്മാരായ അക്രമികളായ ആ മനുഷ്യ പിശാചുക്കളിൽ നിന്ന് അല്ലാഹു തആല നമ്മുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ശത്രുക്കളുടെ കരങ്ങളെ നീ ക്ഷയിപ്പിക്കണേ അല്ലാ. ബദർ പോർക്കളത്തിൽ വെച്ച് അബൂജഹലിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളോട് പോരടിക്കാൻ വേണ്ടി അണിനിരുന്ന ശത്രുക്കളായ ആളുകളെ നീ ഏത് വിധേന നശിപ്പിച്ചുവോ, എങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ നീ ഭയമിട്ട് കൊടുത്തുകൊണ്ട് അവരെ തുരത്തിയോ, അതുപോലെ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ സർവ്വസന്നാഹങ്ങളുമായി യുദ്ധക്കളത്തിൽ അണിനിരന്നിരിക്കുന്ന അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ശത്രുക്കളായ ആ ജൂതന്മാരെ നീ എല്ലാ നിലക്കും പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരുടെ കരങ്ങളുടെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ലാ. അവരുടെ ആയുധങ്ങളെ നീ നിർവീര്യമാക്കണേ അല്ലാ. അവരുടെ ആയുധങ്ങൾ അവരിലേക്ക് തന്നെ നീ തിരിച്ചുവിടണേ അല്ലാ. അല്ലാഹുവേ, പാവപ്പെട്ട ഫലസ്തീനിലെ പിഞ്ചോമന മക്കൾ, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മക്കൾ പോലും ബോംബിന്റെയും ബോംബർ വിമാനങ്ങളുടെയും ഇരമ്പലി കേട്ട് വളരെയധികം കഷ്ടപ്പെട്ട് കഴിയുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. ആ ബോംബാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ പാവപ്പെട്ട ആളുകൾക്ക് നീ ശുഹദാക്കളുടെ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ, ബോംബാക്രമണത്തിലും വെടിവെപ്പിലുമൊക്കെ പരിക്കേറ്റ് രോഗബാധിതരായി ശരീരം മുറിവേറ്റ് വിറങ്ങലിച്ച മനസ്സുമായി വേദന നിന്ന് കഴിയുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ മക്കൾക്ക് അല്ലാഹുവേ, നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീ എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകണേ അല്ലാ. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് സ്വന്തമായി കിടക്കാൻ ഒരു നാട് നീ നൽകണേ അല്ലാ. സ്വന്തമായി ഭവനം നൽകണേ അല്ലാ. കുടിക്കാൻ വെള്ളം നൽകണേ അല്ലാ. ഭക്ഷിക്കാൻ ഭക്ഷണം നൽകണേ അല്ലാ. ശത്രുക്കളുടെ എല്ലാ സന്നാഹങ്ങളും നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവരെ സഹായിക്കുന്നവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസ്ലിങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീനിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവരെ നീ നശിപ്പിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല യഹൂദ വൻ നസാറ. അല്ലാഹുമ്മ
اللهم دمرهم يا قهار واهلكهم يا جبار اللهم اهلكهم يا جبار اللهم اهلكهم يا جبار اللهم خرب ديارهم اللهم خرب ديارهم اللهم جعل الدائرة عليهم يا رب العالمين اللهم انصر الإسلام والمسلمين اللهم انصر الإسلام والمسلمين اللهم انصر الإسلام والمسلمين بحق حبيبك سيدنا محمد صلى الله عليه وسلم وبحقوق الشهداء البدريين وسائر الصحابة رضوان الله تعالى عن كل واحد منهم أجمعين وآخر دعوانا الحمد لله رب العالمين. دعاء وصية والسلام عليكم ورحمة الله.